ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. സോ നിങ്ങളുടെയൊക്കെ ഒരു റിക്വസ്റ്റ് കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മളൊരു പുതിയൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു കോഴ്സ് ലോഞ്ച് ചെയ്യുകയാണ്. ഇത് ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സാണ്. നമ്മുടെ അക്കാഡമിയിൽ നമ്മൾ എങ്ങനെയാണോ ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതേ സെയിം കോഴ്സും സെയിം സിലബസും നമ്മൾ ഇപ്പം യൂട്യൂബിൽ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. സോ ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് 100% പ്രാക്ടിക്കലായി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ്. സോ നമുക്ക് നമ്മുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് പോവാം. സോ ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കോഴ്സ് ആർക്കൊക്കെ പഠിക്കാൻ പറ്റും നമുക്ക് നോക്കാം. ഇപ്പം ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗിനെ കുറിച്ച് ഒന്നും അറിയാത്ത ആസ് എ ബിഗിനർ ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് പഠിക്കാം. കൂടാതെ നിങ്ങളിപ്പം ഡിഗ്രിയോ അല്ലെങ്കിൽ +2 കഴിഞ്ഞ് നിൽക്കുന്ന ഒരാളാണ്, നിങ്ങൾ എന്താണ് ഒരു നല്ലൊരു ജോബ് നോക്കുന്നുണ്ട്, അപ്പം ഡിജിറ്റൽ മാർക്കറ്റിനകത്ത് നല്ല ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സിന് ജോയിൻ ചെയ്യാവുന്നതാണ്. പിന്നീട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, വർക്കിംഗ് പ്രൊഫഷണൽസ്, നിങ്ങളിപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഫീൽഡിൽ നിന്ന് നിങ്ങൾ സ്വിച്ച് ചെയ്ത് ഡിജിറ്റൽ മാർക്കറ്റിലോട്ട് കയറാൻ നോക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കോഴ്സിന് ജോയിൻ ചെയ്യാവുന്നതാണ്. കൂടാതെ ബിസിനസ് ചെയ്യുന്ന ബിസിനസ് ഓണേഴ്സ്, അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ ഗ്രോ ചെയ്യാൻ വേണ്ടി അതിനെക്കുറിച്ച് എങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ബിസിനസ്സിനെ ഗ്രോ ചെയ്യാന്നതിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇത് 100% പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് പഠിച്ച് നിങ്ങളുടെ കരിയർ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഇപ്പം കറന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ടൂൾസുകളും നമ്മുടെ മാർക്കറ്റിംഗിന് നമുക്കുണ്ട് എല്ലാ ടൂൾസുകളും നമ്മൾ ഈ ഒരു കോഴ്സിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇനി ഈ ഒരു കോഴ്സിൽ എന്തൊക്കെയാണ് ഇതിന്റെ സിലബസ് എന്ന് നോക്കാം. സോ ഇപ്പോഴത്തെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ കറന്റ് ഉള്ളൊരു സിലബസ് കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മളൊരു 16 പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു മൊഡ്യൂൾസ് ആണ് നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. കൂടാതെ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ക്വസ്റ്റ്യൻസ് കാണും. പിന്നീട് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സ്പൂൺ ഫീഡിങ് പോലെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചെടുക്കേണ്ട ഒരു കോഴ്സ് അല്ല. നിങ്ങൾ ഇപ്പം ആര് പഠിപ്പിക്കുന്നതാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ആ പഠിക്കുന്ന കാര്യങ്ങൾ 100% ആയിട്ട് നിങ്ങൾക്ക് പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു കരിയറിൽ നല്ല ഒരു ഫ്യൂച്ചർ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പഠിക്കുന്നതിന് കൂടെ തന്നെ നിങ്ങളുടെ സ്കിൽസും നിങ്ങളുടെ നോളജും ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള റിസോഴ്സും മെറ്റീരിയൽസും നമ്മൾ ഈ കോഴ്സിന്റെ കൂടെ തന്നെ ഓരോ മൊഡ്യൂൾസുമായിട്ട് ബന്ധപ്പെട്ട റിസോഴ്സ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നീട് ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങളിപ്പോൾ യൂട്യൂബ് വഴി ഓൺലൈനായിട്ടായിരിക്കും പഠിക്കുന്നത്. അപ്പം ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് എങ്ങനെ വളരെ എഫക്റ്റീവായിട്ട് പഠിക്കാം. സോ നമ്മളുടെ ഓരോ ക്ലാസ്സിൻ്റെയും നോട്ട്സ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. നിങ്ങൾക്കിപ്പം എന്താണ് ബുക്കിൽ എഴുതിയോ അല്ലെങ്കിൽ PPT എഴുതുകയോ, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോയുടെ സമ്മറിയോ എന്ത് വെച്ചുകൊണ്ട് നിൽക്കുന്നതാണ് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് പഠിച്ചെടുക്കാം. മെയിനുള്ള പോയിന്റ്സും കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നീട് ഇപ്പം ഓരോ വീഡിയോ അല്ലെങ്കിൽ ഓരോ ക്ലാസ് കഴിയുന്ന സമയത്തും നമ്മൾ ആ ഒരു മൊഡ്യൂളായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണ്ടി നമ്മളിപ്പം യൂട്യൂബിനകത്ത് നമ്മളുടെ ആ ഒരു യൂട്യൂബിന്റെ താഴെ ഡിസ്ക്രിപ്ഷനകത്തും അതിന്റെ ഒരു കമന്റ് സെക്ഷനിലും ഞാനൊരു ക്വസ്റ്റ്യനിന്റെ ഒരു ലിങ്ക് ഷെയർ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഒരു മാക്സിമം ഒരു 4-5 ക്വസ്റ്റ്യൻ വരുന്ന ക്വസ്റ്റ്യൻസ് ഉള്ളതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യുന്ന സമയം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലായി. പിന്നീട് അതിന്റെ ഒരു സ്കോർ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് 100% മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം. സോ അങ്ങനെ നിങ്ങൾക്ക് എന്താണ് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പിന്നെ നമ്മുടെ ക്വസ്റ്റ്യനൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് വളരെ എഫക്റ്റീവായിട്ട് പഠിക്കാം. പിന്നീട് ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ പറഞ്ഞ പോലെ തന്നെ വളരെ പ്രാക്ടിക്കലി പഠിക്കുന്ന ഒരു കോഴ്സാണ്. ഇപ്പൊ നമ്മുടെ അക്കാഡമിയിൽ ഇത് എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് വെച്ചാൽ ഇപ്പം നമ്മളുടെ ഒരു 4 മാസത്തെ ഓൺലൈൻ ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകളാണ് നമ്മൾ എടുക്കുന്നത്. സോ അവിടെ നിങ്ങൾക്ക് നമ്മളുടെ ഒരു മെന്റർഷിപ്പ് കൂടിയുണ്ട്. ഇപ്പൊ നിങ്ങൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഓരോ മൊഡ്യൂൾസ് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ഒരു 1 വീക്കിൽ ചെയ്യേണ്ട ഒരു ടാസ്ക് കാണും. പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ട ടാസ്ക് ആണ്. അപ്പം ആ ഒരു ടാസ്ക് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങളുടെ മെന്ററുമായിട്ട് ഇരുന്നാണ് നിങ്ങൾ ആ ടാസ്ക് കാര്യങ്ങളൊക്കെ റിവ്യൂ ചെയ്യുന്നത്. പിന്നീട് നമുക്ക് പ്രാക്ടിക്കലി ചെയ്യേണ്ട ടാസ്കുകളും അസൈൻമെന്റ്സുകളും ഉണ്ട്. പിന്നീട് നിങ്ങൾ എന്താണ് ഇന്റേൺഷിപ്പ് കൂടി ചെയ്താണ് ഈ ഒരു കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തത്. അതായത് ഇപ്പൊ നിങ്ങളിപ്പോ ഒരു ഏജൻസിയിൽ അല്ലെങ്കിൽ ഒരു ഏജൻസിയിൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനകത്ത് ഒരാൾ ജോബിന് ഒരു ഫ്രഷറായിട്ട് ജോലി കയറുന്ന സമയത്ത് നിങ്ങൾ അവിടെ ഇത് എങ്ങനെയാണോ പഠിച്ചെടുക്കുന്നത് അതേപോലെയാണ് ഈ ഒരു 4 മാസത്തെ ഈ ഒരു കോഴ്സ് കൂടെ നിങ്ങൾ പഠിക്കുന്നത്. സോ ഇപ്പൊ നമ്മളുടെ വീഡിയോ
വീഡിയോയെക്കാളും കൂടുതലായിട്ട് വളരെ അഡ്വാൻസ് ലെവലിൽ നിങ്ങൾക്ക് എന്താണ് ഒരു മെന്റർഷിപ്പോട് കൂടി ഒരു ഗൈഡൻസോട് കൂടി നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മളുടെ ഈ ഒരു 4 മാസത്തെ ഇന്റഗ്രേറ്റഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിന്റെ ഡീറ്റെയിൽസും നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പരും ഒക്കെ നമ്മുടെ വെബ്സൈറ്റ് ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് സെക്ഷനിലും കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് അങ്ങനെ ഒരു മെന്റർഷിപ്പോട് കൂടി ഒരു ഗൈഡൻസ് കൂടി പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്കിനി ഡിജിറ്റൽ മാർക്കറ്റിനകത്ത് എല്ലാവർക്കും ഉള്ള കോമൺ ആയിട്ടുള്ള കുറച്ച് ഡൗട്ട്സ് അല്ലെങ്കിൽ കുറച്ച് കോമൺ ഉള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാന്ന് നോക്കാം. സോ എല്ലാവർക്കും ഡിജിറ്റൽ മാർക്കറ്റിനകത്ത് ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ പോകുന്ന മിക്കവർക്കുള്ള ഒരു ഡൗട്ടാണ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നല്ല ഒരു കരിയർ ചോയ്സ് ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എവർ ഗ്രോയിങ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. ഓരോ വർഷം കഴിയും തോറും ഇതിൽ പല പല ബ്രാൻഡുകളും പല പല കമ്പനീസും ബിൽഡ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് വളരെ ഹ്യൂജ് ആണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു നല്ലൊരു ഫ്യൂച്ചറുള്ള കരിയർ തന്നെയാണ്. പിന്നീട് ഇപ്പം ഒരു 100 പേര് പഠിച്ചു കഴിഞ്ഞാൽ ആ 100 പേരും പഠിക്കുന്നത് പക്ക പ്രോപ്പർ ആവണമെന്നില്ല. ഓക്കെ, സോ അതുകൊണ്ട് മാക്സിമം നിങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നിങ്ങൾ എന്ത് മുകളിൽ പഠിച്ചാലും അത് 100% ഇംപ്ലിമെന്റ് ചെയ്ത് തന്നെ പഠിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു തിയറി മാത്രം അറിയുന്ന ഒരു ഡിജിറ്റൽ മാർക്കറ്ററായിട്ട് നിങ്ങൾ മാറും. ഓക്കെ, അതുകൊണ്ട് ഒരു പ്രയോജനം നിങ്ങൾക്ക് ഉണ്ടാകത്തുമില്ല. ഓക്കെ, പിന്നീട് ആർക്കൊക്കെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാം? വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിങ്ങിനകത്ത് ഇൻട്രസ്റ്റ് ഉള്ള ആർക്കും വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇത് ഭയങ്കരമായിട്ട് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമുള്ള ഒരു കോഴ്സ് ഒന്നും അല്ല. ഓക്കെ, ഇപ്പം +2 കഴിഞ്ഞ ആൾക്കാർ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ ആൾക്കാർ, ഓക്കെ, പിന്നീട് ഇപ്പം 10th കഴിഞ്ഞ ആൾക്കാർ വരെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്താണ് പഠിക്കുന്ന കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആർക്കും ഇതെന്താണ് നല്ലൊരു കരിയർ ഇതിനകത്ത് ബിൽഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് നമ്മളുടെ കോഴ്സിന്റെ മൊഡ്യൂൾസ് അല്ലെങ്കിൽ സിലബസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ബേസിക്സ് തൊട്ട് ഇതിനൊരു അഡ്വാൻസ് ലെവലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ കോഴ്സിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ എടുത്തു പറയേണ്ടത് ഇപ്പം ഇതിന്റെ സിലബസിലോട്ട് ഒന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഇൻട്രൊഡക്ഷൻ തൊട്ട് നമുക്ക് മാർക്കറ്റിംഗിന് വേണ്ട AI ടൂൾസുകൾ, കണ്ടന്റ് റൈറ്റിംഗ്, പേഴ്സണൽ ബ്രാൻഡിങ്, വെബ്സൈറ്റ് ഡെവലപ്മെന്റ്, പിന്നീട് ഇ-കോമേഴ്സ് വെബ്സൈറ്റ് ആയ ഷോപ്പിഫൈ, പിന്നെ അഡ്വാൻസിലുള്ള പെർഫോമൻസ് മാർക്കറ്റിംഗ്, മെറ്റ ആഡ്സ്, അഡ്വാൻസിലുള്ള ഗൂഗിൾ ആഡ്, ഗൂഗിൾ അനലിറ്റിക്സ്, SEO, പിന്നീട് സോഷ്യൽ മീഡിയയുടെ ആഡ്, ലിങ്ക്ഡിൻ, നമ്മുടെ എക്സ്, ടിക്ടോക്ക് ഇപ്പം ഇന്ത്യ എന്നാണ് നിങ്ങളിപ്പോൾ ഇത് പഠിക്കുന്നുണ്ടെങ്കിൽ നിൽക്കുന്നതാണ്, അവിടെ ടിക്ടോക്സ് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നീട് ഇമെയിൽ മാർക്കറ്റിംഗ്, ബ്രാൻഡ് മാർക്കറ്റിംഗ്, മീഡിയ പ്ലാനിങ്, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, റിപ്പോർട്ടിംഗ് ടൂൾസ്. പിന്നീട് നമ്മളുടെ കോഴ്സ് നമ്മൾ 4 മാസത്തെ ഓൺലൈൻ ലൈവ് കോഴ്സിൽ നമ്മൾ കുറച്ച് പ്രീമിയം മൊഡ്യൂൾസ് കൂടി നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഉണ്ട്, സ്ട്രാറ്റജിക് ഓർഗാനിക് മാർക്കറ്റിംഗ് ഉണ്ട്, പോഡ്കാസ്റ്റ് ബിൽഡിങ്ങും പിന്നെ അതിന്റെ മാർക്കറ്റിംഗും ഉണ്ട്. പിന്നീട് ഇപ്പൊ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചിറങ്ങുന്ന ഒരാൾക്ക് എങ്ങനെ ഒരു ഫ്രീലാൻസ് കരിയർ ബിൽഡ് ചെയ്യാം. ഓക്കെ, ചില ആൾക്കാർക്ക് അതാണ് ഇൻട്രസ്റ്റ്. ഇപ്പം ഒരു കമ്പനി ഇപ്പോൾ ജോബ് ചെയ്യുന്നതിനേക്കാളും ചില ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ആണ് ഫ്രീലാൻസിംഗ് ആയിട്ട് ജോബ് ചെയ്യാനായിരിക്കും. പിന്നീട് ഇപ്പം എങ്ങനെ ഒരു ഏജൻസി ബിൽഡ് ചെയ്യണം, ചില ആൾക്കാർക്ക് സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഇപ്പം ഇത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് 100% പ്രാക്ടിക്കലായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് ഇതെല്ലാം ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് വരും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇപ്പം കറന്റ് എന്താണോ ഒരു ഡിജിറ്റൽ മാർക്കറ്റർ ആവാൻ വേണ്ടി ഒരാൾ പഠിക്കേണ്ടത് അതെല്ലാം നമ്മളിവിടെ കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 100% പ്രാക്ടിക്കലി പഠിച്ച് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഒരു കോഴ്സാണ്. നമ്മുടെ കോഴ്സിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ എന്നെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ തരാം. ഇപ്പം കോഴ്സ് പഠിപ്പിക്കുന്നത് ആരാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് അവർക്ക് ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിനകത്ത് നല്ല എക്സ്പീരിയൻസും നല്ല നോളജും ഉണ്ടോ എന്നുള്ളതൊരു കാര്യം എല്ലാവരും പരിഗണിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം ഞാനിപ്പോൾ എന്നെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു MBA ഗ്രാജുവേറ്റ് ആണ്. ഞാൻ MBA ചെയ്ത് MBA ഇൻ മാർക്കറ്റിംഗ് ഓപ്പറേഷൻസ് ആണ് ഫ്രം യൂണിവേഴ്സിറ്റി ഓഫ് കേരള. ഞാനൊരു കഴിഞ്ഞൊരു 6 വർഷമായിട്ട് പെർഫോമൻസ് മാർക്കറ്റിംഗ് മാനേജറുടെ വർക്ക് ചെയ്യാണ്. ഇപ്പം കറന്റ് വർക്ക് ചെയ്യുന്നത് UAE-ലാണ്, ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നീട് ഈ ക്ലിസ്കോളർ എന്ന് പറയുന്ന നമ്മുടെ അക്കാഡമി ലാസ്റ്റ് ഒരു 2.5 years ആയിട്ട് നമ്മൾ അവിടെ ഒരു 150+ സ്റ്റുഡൻസിന് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് AI നമ്മൾ ട്രെയിനിങ് ചെയ്തിട്ടുണ്ട്. പിന്നീട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയണമെന്നുണ്ടെങ്കിൽ മിക്കതും എന്താണ് പെർഫോമൻസ് ഡ്രിവൺ ആയിട്ടുള്ള മാർക്കറ്റിംഗ് ആണ് ഞാൻ കൂടുതലും എക്സ്പീരിയൻസ് ഉള്ളത്. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ ആഡ് ക്യാമ്പയിൻസ്, മെറ്റ ആഡ് ക്യാമ്പയിൻസ്, പിന്നെ നമ്മുടെ ലിങ്ക്ഡിൻ്റെ B2B മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, പിന്നീട് യൂട്യൂബ് മാർക്കറ്റിംഗ്, ഓക്കെ, പിന്നെ സോഷ്യൽ മീഡിയയുടെ തന്നെ ഓർഗാനിക് കണ്ടന്റ് ക്രിയേഷൻസ്. സോ ഇതിലൊക്കെ നല്ലപോലെ
പ്രാക്ടിക്കലി പല കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് പല പല ബ്രാൻഡ്സിനും കൂടെ വർക്ക് ചെയ്തുമുള്ളൊരു എക്സ്പീരിയൻസ് എനിക്കുണ്ട്. പിന്നീട് ഞാൻ വർക്ക് ചെയ്ത ഇൻഡസ്ട്രിയെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ മിക്ക കമ്പനീസും വർക്ക് ചെയ്തിട്ടുള്ളത് യുഎയിൽ തന്നെയാണ്, ദുബായിൽ തന്നെയാണ്. എനിക്ക് ഇ കൊമേഴ്സ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ ഹെൽത്ത് കെയർ മാർക്കറ്റിംഗ്, പിന്നെ സ്പോർട്സ് പെർഫോമൻസ് ക്യാമ്പയിൻ റൺ ചെയ്ത്, പിന്നെ ഇൻഡസ്ട്രിയൽ ആൻഡ് സർവീസ് ബേസിലുള്ള കമ്പനിയായിട്ട് വർക്ക് ചെയ്തുള്ള എക്സ്പീരിയൻസും എനിക്കുണ്ട്. സോ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള കുറച്ച് ബ്രാൻഡ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ഓഫ് ദുബായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ആമസോണായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ ഇന്ത്യയിലെ റിലയൻസ് റിറ്റെയിലോട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ മഹീന്ദ്രയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ ലൈഫ് ഫാർമസി, പിന്നെ ബോറോസിൽ. ഓക്കെ, ഇതെല്ലാം എന്നാണ് പല പല ഇൻഡസ്ട്രിയിലുള്ള കുറച്ച് ഞാൻ വർക്കുള്ള കുറച്ച് ബ്രാൻഡ്സുകളാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇപ്പം ഡിജിറ്റൽ മാർക്കറ്റിനെ കുറിച്ചും ഡിജിറ്റൽ മാർക്കറ്റ് എങ്ങനെ പഠിക്കാം, ഇത് ആർക്കൊക്കെ പഠിക്കണം, പിന്നെ എന്തൊക്കെ പ്രൊഡക്ട്സാണ് കവർ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഒരു ക്ലാരിറ്റി കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി നമ്മളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിലോട്ട് പോകാം. സോ ഇതിലോട്ട് പോകുന്നതിന് മുന്നേ, നമ്മൾ റിയൽ ആയിട്ടൊരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് മാർക്കറ്റിംഗ്. ഓക്കെ, നിങ്ങൾ എന്താണോ നമ്മളുടെ മാർക്കറ്റ്, അത് നമ്മൾ ഡിജിറ്റലി ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്, വളരെ സിമ്പിൾ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ. സോ എന്താണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്? മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാനും, ഓക്കെ, അതിന്റെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസിന്റെ സെയിൽസ് കൂട്ടാനും വേണ്ടി നമ്മൾ ചെയ്യുന്ന ആക്ഷൻസിനെയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അത് എന്ത് ആക്ടിവിറ്റിയോ, നമ്മളിപ്പം ഓൺലൈനിൽ ചെയ്യുന്ന, നമ്മളിപ്പം ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ആഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ഫേസ്ബുക്കിൽ ആഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ഗൂഗിളിൽ ആഡ് ചെയ്യുന്നു, ഇതൊക്കെ എന്താണ് ഒരു മാർക്കറ്റിംഗ് ആക്ടിവിറ്റിയാണ്. നമ്മളിത് ഡിജിറ്റലി ചെയ്യുന്നതുകൊണ്ട് അതിനെന്ത് പറയുന്നത്? ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ മാർക്കറ്റിംഗ് ചെയ്യുന്നത് ഇപ്പം നിങ്ങൾ ഒരു നോട്ടീസ് കൊടുത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം ടി വിയിൽ ഒരു ആഡ് റൺ ചെയ്തുകൊണ്ടാണ്, ടി വിയിൽ ഒരു ആഡ് റൺ ചെയ്തുകൊണ്ടാണ് നിങ്ങൾ മാർക്കറ്റിംഗ് ചെയ്യുന്നത് കരുതുക. ഓക്കെ, അപ്പോൾ എന്താണത്? ഓഫ്ലൈൻ മാർക്കറ്റിംഗ് ആണ്. ഇതിപ്പം മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നമ്മളെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ആക്ഷൻസിനെയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇത് രണ്ട് ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് ആണ്. ഇത് ഓൺലൈനും ആവാം, ഓഫ്ലൈനും ആവാം. ഓക്കെ, ഇനി ഈ ഒരു മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനകത്ത് നിങ്ങൾ ഇനി കേൾക്കാൻ പോകുന്നത്, നിങ്ങളിപ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിനകത്ത് കരിയർ ബിൽഡ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് നിങ്ങൾ കൂടുതലായിട്ട് കേൾക്കാൻ പോകുന്ന ഒരു വേർഡായിരിക്കും മാർക്കറ്റിംഗ് ഫണൽ എന്ന് പറയുന്നത്. സോ മാർക്കറ്റിംഗ് ഫണൽ എന്ന് പറയുന്നത് ഒരു തിയററ്റിക്കൽ കൺസെപ്റ്റ് ആണ്. അതിനെ നമ്മളെ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ നമ്മൾ ചെയ്യുന്ന പല പല ആക്ടിവിറ്റീസ് നമ്മളിങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മാർക്കറ്റിംഗ് ഫണൽ എന്ന് പറയുന്നത് നമ്മളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് ഒരു കസ്റ്റമർ അറിയുന്നത് മുതൽ ആ ഒരു പ്രോഡക്റ്റിനെ പർച്ചേസ് ചെയ്യുന്നത് വരെയുള്ള ആ ഒരു കസ്റ്റമറിന്റെ ഒരു ജേണി നമ്മൾ വിഷ്വലി റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് ഫണൽ എന്ന് പറയുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇതൊരു തിയററ്റിക്കൽ കൺസെപ്റ്റ് ആണ്. പക്ഷെ ഇത് നമ്മൾ പ്രാക്ടിക്കലി നമ്മളുടെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിൽ നമ്മൾ ഇതിനെ ഇംപ്ലിമെന്റ് ചെയ്യും. സോ ഞാൻ ഈ ഒരു മാർക്കറ്റിംഗ് ഫണലിനെ ഒന്ന് വിഷ്വലി റെപ്രസെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. മാർക്കറ്റിംഗ് ഫണൽ ഇപ്പം നമ്മളുടെ ഒരു പിരമിഡൊക്കെ ഇല്ലേ, പിരമിഡിന്റെ ഒരു റിവേഴ്സ് ഷേപ്പിലാണ് ഈ ഒരു മാർക്കറ്റിംഗ് ഫണൽ ഇരിക്കുന്നത്. ഈ ഒരു മാർക്കറ്റിംഗ് ഫണലിൽ പല പല സ്റ്റേജസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വരുന്ന സ്റ്റേജാണ് അവയർനെസ്, രണ്ടാമത്തത് ഇൻട്രസ്റ്റ്, മൂന്നാമത്തത് കൺസിഡറേഷൻ, നാലാമത്തത് ഇന്റന്റ്, അഞ്ചാമത്തത് പർച്ചേസ്. ഓക്കെ, ഇതാണ് ഈ ഒരു മാർക്കറ്റിംഗ് ഫണലിലുള്ള 5 സ്റ്റേജസ്. നമ്മൾ ഈ ഓരോ സ്റ്റേജിലും നമുക്ക് നമ്മളുടെ പ്രോഡക്റ്റിനെ അല്ലെങ്കിൽ നമ്മുടെ സർവീസിനെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പല പല മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും. സോ അതിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് ഈ ഓരോ സ്റ്റേജും എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ഇതിൽ ഫസ്റ്റ് വരുന്നതാണ് അവയർനെസ് സ്റ്റേജ്. അവയർനെസ് സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ആ വേർഡിൽ പറയുന്ന അതേ സെയിം മീനിങ് അവയർനെസ്. ഓക്കെ, നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് ഒരാൾ അറിയുന്ന ഒരു സ്റ്റേജ്. അതായത് ഇപ്പം ഞാനിപ്പോ ഒരു എൻ്റെ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആപ്പിളിന്റെ പുതുതായിട്ട് ഇറങ്ങിയ ഒരു iPhone 17 Pro Max ആണെന്ന് കരുതുക. സോ അങ്ങനെ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ലോഞ്ച് ആവുന്നെന്ന് ഒരു കസ്റ്റമർ അറിയുന്ന ഒരു സ്റ്റേജ്, അതാണ് ഈ ഒരു അവയർനെസ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളുടെ ഒരു പൊട്ടൻഷ്യൽ കസ്റ്റമർ ആവാൻ ചാൻസ് ഉള്ള ഒരാൾ നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് അറിയുന്ന ഒരു സ്റ്റേജാണ് അവയർനെസ് സ്റ്റേജ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കുറച്ച് മാർക്കറ്റിംഗ് ഇനിഷ്യേറ്റീവ്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ഈ ഒരു പ്രൊഡക്റ്റ് എന്താണെങ്കിലും ലോഞ്ച് ആവുന്നെന്ന് നമ്മളുടെ പൊട്ടൻഷ്യൽ ഉള്ള കസ്റ്റമറെ നമ്മൾ അറിയിക്കുന്ന ഒരു ആക്ടിവിറ്റി. ഇപ്പൊ ഒരു റിയൽ ലൈഫ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ റിനോൾട്ട് എന്ന് പറയുന്ന ഒരു കാർ ബ്രാൻഡ്. ഇപ്പം അവര് ദുബായ് അല്ലെങ്കിൽ UAE അവരുടെ ഒരു പുതിയൊരു കാറിന്റെ ഒരു പുതിയൊരു മോഡൽ ലോഞ്ച് ചെയ്യാൻ പോവുകയാണെന്ന് കരുതുക.
സോ അങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു പുതിയൊരു കാർ ലോഞ്ച് ആവുമെന്ന് ഇതിന്റെ പൊട്ടൻഷ്യൽ കസ്റ്റമർ ആവാൻ ചാൻസ് ഉള്ള ആൾക്കാരെ എന്താണ് അവരെ അവെയർ ആക്കണം, അല്ലെങ്കിൽ അവരെ അറിയിക്കണം. സോ അങ്ങനെ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ഓക്കെ, ആസ് എ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ആസ് എ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കറ്റിംഗ് ആക്ടിവിറ്റിയാണ് നമുക്ക് ഫേസ്ബുക്ക് ആഡ് ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെയൊരു റെനോൾട്ടിന്റെ പുതിയൊരു കാർ ബ്രാൻഡ് UAE അല്ലെങ്കിൽ ദുബായിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ലോഞ്ച് ഡേറ്റ് ഇതാണ്, ഇതിന്റെ ലോഞ്ച് ഡേറ്റ് ഇതാണ്, ഇതിന്റെ പുതിയൊരു മോഡൽ എന്നൊക്കെ രീതിയിലുള്ള ഒരു മെസ്സേജ് വരുന്ന ഒരു ഇമേജോ അല്ലെങ്കിൽ ഒരു കാരോസൽ പോസ്റ്റോ അല്ലെങ്കിൽ എന്താണ് ഒരു റീൽ വീഡിയോസ് ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് എന്താണ് ഫേസ്ബുക്കിൽ ആഡ് ആയിട്ട് നമുക്ക് റൺ ചെയ്യാം. ഈ ഫേസ്ബുക്കിൽ എങ്ങനെ ആഡ് റൺ ചെയ്യണം, ഞാൻ ഈ പറഞ്ഞ ഈ ക്രിയേറ്റീവ്സ്, ഇപ്പം സിംഗിൾ ഇമേജ് എന്ന് പറഞ്ഞു, റീൽ എന്ന് പറഞ്ഞു, കാരോസൽ പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞു, ഓക്കെ, ജസ്റ്റ് ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി. നമുക്ക് ഫേസ്ബുക്കിൽ അവയർനെസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഒരു ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മളിത് എങ്ങനെ ചെയ്യും എന്നൊക്കെ നമ്മൾ ഇനി വരുന്ന മൊഡ്യൂൾസിൽ നമ്മളത് കവർ ചെയ്യും. നിങ്ങളിപ്പോൾ ഇത്ര മാത്രം അറിഞ്ഞാൽ മതി. ഫേസ്ബുക്കിൽ നമുക്ക് അവയർനെസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഫേസ്ബുക്കിൽ നമുക്ക് ഫേസ്ബുക്ക് ആഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിൽ. സോ ഈ ഒരു അവയർനെസ് സ്റ്റേജിനകത്ത് നമുക്ക് ഫേസ്ബുക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ എന്നല്ല പറയുന്നത്. ഇതൊരു എക്സാമ്പിൾ ആണ്. നമുക്ക് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഫേസ്ബുക്ക് ആഡ് നമുക്ക് യൂസ് ചെയ്യും. ഓക്കെ, അതായത് അവയർനെസ് എന്ന് പറയുന്ന സ്റ്റേജിനകത്ത് നമ്മൾ പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മളെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ അറിയിക്കുന്നത്, അത് മാത്രമാണ് അവയർനെസ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാം സ്റ്റേജാണ് ഇൻട്രസ്റ്റ്. ഇപ്പം ഈ ഒരു സ്റ്റേജ് എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആണ്. ഇതിന്റെ PPT കിടക്കുന്ന ആ ഒരു ടെക്സ്റ്റും കാര്യങ്ങളും വായിച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെ അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു ആ ഒരു രീതിയിലാണ് ഞാൻ ഈ ഒരു ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, സോ ഇൻട്രസ്റ്റ്. സോ രണ്ടാം സ്റ്റേജാണ് ഇൻട്രസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് എന്താന്ന് വെച്ചാൽ ഇപ്പം വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് അവെയർ ആയ ആൾക്കാർ, അതായത് ഫസ്റ്റ് സ്റ്റേജിൽ നമ്മളെ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിഞ്ഞ ആൾക്കാർക്ക് നമ്മുടെ പ്രോഡക്റ്റിനോട് ഒരു ഇൻട്രസ്റ്റ് വരുത്താൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പല പല മാർക്കറ്റിംഗ് ഇനിഷ്യേറ്റീവ്സ് ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇൻട്രസ്റ്റ് വരുത്തണമെങ്കിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ആ ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് റേഞ്ച് നമുക്ക് മാർക്കറ്റ് ചെയ്യാം. ആ ഒരു പ്രോഡക്റ്റിന്റെ ഒരു സ്പെസിഫിക്കേഷൻസ്, അതായത് ഇതിന്റെ യൂസ് കേസ് അല്ലെങ്കിൽ ഇതിന്റെ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് കിട്ടും. ഓക്കെ, അപ്പം അങ്ങനെ, അതായത് നമ്മളുടെ ഒരു പൊട്ടൻഷ്യൽ കസ്റ്റമർ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാനുള്ള ഒരു ഇൻട്രസ്റ്റ് വരുത്താൻ വേണ്ടി നമുക്ക് എന്തൊക്കെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും, അതാണ് നമ്മൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു റെനോൾട്ട് കാറിന്റെ തന്നെ ഒരു എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ, നമ്മൾ അവയർനെസ് സ്റ്റേജിൽ നമ്മൾ ഫേസ്ബുക്ക് ആഡ് റൺ ചെയ്തു. ഓക്കെ, ഫേസ്ബുക്ക് ആഡ് വഴി ഇങ്ങനെ ഒരു റെനോൾട്ടിന്റെ പുതിയൊരു കാർ ഇവിടെ ലോഞ്ച് ആവുമെന്ന് കുറെ ആൾക്കാർക്ക് നമ്മൾ അവയർനെസ് കൊടുത്തു. ഇനി അവർക്ക് ഇൻട്രസ്റ്റ് വരണം, നമ്മൾ പ്രൊഡക്റ്റിനോട് അവർക്ക് ഒരു ഇൻട്രസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ചെയ്യണം. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇപ്പം നമുക്ക് നമ്മളുടെ യൂട്യൂബിൽ നമുക്ക് നമ്മളുടെ ഈ ഒരു പുതിയതായിട്ട് ലോഞ്ച് ആവുന്ന ഒരു കാറിന്റെ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു നല്ലപോലെ എമൗണ്ട് ഒക്കെ അത്യാവശ്യം നല്ലപോലെ കയറി എമൗണ്ട് ഒക്കെ സ്പെൻഡ് ചെയ്ത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള നല്ല ഗുഡ് ക്വാളിറ്റിയിലുള്ള ആ ഒരു കാറിന്റെ ഒരു കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ ഒരു ആഡ്. ഓക്കെ, അപ്പൊ അതിനകത്ത് ആ ഒരു കാറിന്റെ സ്പെസിഫിക്കേഷൻസ് പറയുന്നു, ആ കാറിന്റെ ഇന്റീരിയർ കാണിക്കുന്നു, അതിന്റെ പ്രൈസിങ് പറയുന്നു, അതിന്റെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കളർ വേരിയേഷൻസ് പറയുന്നു. അതായത് എൻ്റയർലി ആ ഒരു കാർ എന്താണോ അത് നമ്മൾ കംപ്ലീറ്റ്ലി നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമർ ആവാൻ ചാൻസ് ഉള്ള ആൾക്കാരിലോട്ട് നമ്മൾ അതിനെ കാണിക്കുന്നു. അപ്പം ഈ ഒരു സ്റ്റൈൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് യൂട്യൂബ് ആഡ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ നമുക്ക് നമ്മളുടെ കസ്റ്റമേഴ്സിന് ഇൻട്രസ്റ്റ് വരുത്താൻ വേണ്ടി നമുക്ക് ആഡ് ആയിട്ട് റൺ ചെയ്യാം. അതാണ് ഈ ഒരു ഇൻട്രസ്റ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാർക്കറ്റിംഗ് ഇനിഷ്യേറ്റീവ്. ഇപ്പൊ നമ്മൾ ഈ മാർക്കറ്റിംഗ് ഫണ്ടിൽ പറയുന്ന സമയത്ത് ഈ ഒരു മാർക്കറ്റിംഗ് ഫണ്ടിൽ എന്തൊക്കെ സ്റ്റേജസ് ഉണ്ട്, ഈ ഓരോ സ്റ്റേജ് എന്തൊക്കെയാണ്, ആ ഓരോ സ്റ്റേജിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാർക്കറ്റിംഗ് ഇനിഷ്യേറ്റീവ്സ് എന്തൊക്കെയാണെന്ന് മാത്രം ഇവിടെ അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, പിന്നീട് നമ്മൾ ഇനി വരുന്ന ഫ്യൂച്ചർ നമ്മൾ എടുക്കുന്ന മൊഡ്യൂൾസിലുണ്ട് നമ്മളത് ഓരോന്നും നമ്മളവിടെ ഇംപ്ലിമെന്റ് ചെയ്യും. പിന്നീട് മൂന്നാമത് വരുന്ന സ്റ്റേജാണ് കൺസിഡറേഷൻ. ഓക്കെ, അതായത് നമ്മളുടെ ബ്രാൻഡിനെ നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് നമ്മളെ കൺസിഡർ ചെയ്യുന്നു. അതായത് നമ്മളെ ബ്രാൻഡിനെ കുറിച്ച് ആൾക്കാർ അവെയറായ ആൾക്കാരിൽ നിന്ന് കുറച്ച് ആൾക്കാർക്ക് നമ്മുടെ ബ്രാൻഡിനോട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരിൽ നിന്ന് കുറച്ച് ആൾക്കാർ നമ്മളെ ബ്രാൻഡ് വാങ്ങിച്ചാൽ കൊള്ളാമല്ലോ എന്ന രീതിയിൽ നമ്മളെ കൺസിഡർ ചെയ്യുന്നതാണ് ഈ ഒരു സ്റ്റേജ്. അപ്പം ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കുറച്ച് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളിപ്പം എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും സർവീസോ ആയാലും നമ്മളത്
നമ്മളുടെ ഒരു പൈസ കൊടുത്ത് നമ്മളൊരു ക്യാഷ് കൊടുത്ത് നമ്മളത് വാങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ അതിന്റെ റിവ്യൂസ് ഒക്കെ നോക്കുമല്ലോ. ഈ ഒരു പ്രൊഡക്റ്റ് എങ്ങനെയാണ്, ഇത് നല്ല പ്രൊഡക്റ്റ് ആണോ, ഇതിന്റെ പ്രൈസിങ് എന്താണ് എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുമല്ലോ. അപ്പൊ അതേപോലെ ഇവിടെ ഇപ്പം നമ്മൾ തന്നെ ഒരു പുതിയ മൊബൈൽ വാങ്ങാൻ പോകുന്നത് നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ മൊബൈലിന്റെ റിവ്യൂസ് ഒക്കെ പോയി നോക്കും. എന്നിട്ട് അല്ലെങ്കിൽ എന്താണ്, പല ആൾക്കാർ ഇതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വീഡിയോസ് ഒക്കെ നമ്മൾ കാണും. എന്നിട്ടാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് ഇത് വാങ്ങണോ വേണ്ടയോ എന്നുള്ള ഒരു കാര്യം. അതേപോലെ ഇവിടെ ഇപ്പം നേരത്തെ പറഞ്ഞ സെയിം എക്സാമ്പിൾ, ഇപ്പൊ റിനോൾട്ടിന്റെ കാർ. അപ്പം ആ ഒരു കാറ് ഓക്കെ, നമ്മൾ യു എയിൽ ഇങ്ങനെ ഈ ഒരു റിനോൾട്ട് കാറിന്റെ പുതിയൊരു മോഡൽ യു എയിൽ ലോഞ്ച് ആവുന്നത് നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമർ, നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങാൻ ചാൻസ് ഉള്ള ആൾക്കാരിലോട്ട് നമ്മൾ അവെയർ ആക്കി. അതിൽ നിന്ന് കുറച്ച് ആൾക്കാർക്ക് ഇതിനോട് ഇൻട്രസ്റ്റ് ഉണ്ട്. ഇൻട്രസ്റ്റ് വന്ന ആൾക്കാരോട്ട് എന്താണ്, അവർക്കൊരു നമ്മളെ പ്രൊഡക്റ്റ് വാങ്ങിച്ചാൽ കൊള്ളാം അല്ലെങ്കിൽ ഇതിനത് കൺസിഡർ ചെയ്യുന്ന രീതിയിലുള്ള മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് നമ്മൾ ഈ സെയിൽ ചെയ്യണം. ഓക്കെ, അപ്പം അതിനകത്ത് ഈ ഒരു സെയിൽ നമുക്ക് എന്തൊക്കെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം. സോ നോർമലി ഇപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റ് വാങ്ങാൻ പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നേരെ ഗൂഗിളിൽ പോയിട്ട് നമ്മൾ അതിന്റെ റിവ്യൂസ് ചെക്ക് ചെയ്യും. അപ്പം അതേപോലെ തന്നെയാണ് ഈ ഒരു കാറിന്റെ റിവ്യൂ വരുന്ന സമയത്ത്. ഓക്കെ, അപ്പം ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, നമ്മളോട് ടാർഗറ്റ് ചെയ്യുന്നത് യു എയിലുള്ള എമിറാത്തീസിനെയാണ്. അപ്പം അവര് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ഈ 4x4 ഓക്കെ, അല്ലെങ്കിൽ ഡെസർട്ട് സഫാരിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കാറുകളാണ് കരുതുക. അപ്പം അതിലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു BMW കാർ. ഓക്കെ, അങ്ങനെ ടെക്നിക്കൽ സൈഡിലോട്ട് പോകുന്നില്ല, ജസ്റ്റ് ഇമാജിൻ ചെയ്യുക BMW കാർ. അപ്പൊ ഇവര് ഈ ഒരു അതായത് അവരുടെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് BMW കാറാണ്. അപ്പം അവര് അത് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അവർ എന്തൊക്കെ ചെയ്യും? ഓക്കെ, അപ്പൊ അവരുടെ ഒരു മാർക്കറ്റിംഗിന്റെ അല്ലെങ്കിൽ അവരുടെ ഒരു കസ്റ്റമറിന്റെ ഒരു ജേണി അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ നമ്മളുടെ റിനോൾട്ട് കാറിനെ കൂടി കൺസിഡർ ചെയ്യാൻ വേണ്ടി ഇവരിലോട്ട് നമുക്ക് എന്തൊക്കെ ടൈപ്പ് ഓഫ് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ആഡ് ചെയ്താൽ ഇവരിലോട്ട് നമുക്ക് നമ്മളെ ബ്രാൻഡ് എത്തിക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നോർമലി എന്ത് ചെയ്യും, ഒരാൾ ഗൂഗിളിൽ പോയിട്ട് BMW കാറിന്റെ റിവ്യൂ നോക്കുകയാണ് കരുതുക. അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി ഉള്ള ബ്രാൻഡാണ് BMW കാർ. അപ്പൊ ഞാൻ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്തു BMW ന്യൂ കാർ റിവ്യൂ. നമുക്ക് ഇങ്ങനെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ടേം സെർച്ച് ചെയ്ത് നമ്മൾ കണ്ടത്. അതല്ലാന്നുണ്ടെങ്കിൽ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും മോഡൽസിന്റെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പൊ എനിക്കിവിടെ ഫസ്റ്റിൽ കാണിക്കുന്നതാണ് ഈ ഒരു വെബ്സൈറ്റ്, ടോപ്പ് ഗിയർ. കണ്ടോ, BMW iX3 റിവ്യൂ 2026. ഞാൻ ഓപ്പൺ ചെയ്യുന്നു. ഇതെന്ന് പറയുന്നത് എന്താണ്, ഒരു പല കാർസിന്റെ ഒക്കെ റിവ്യൂസ് വരുന്ന വെബ്സൈറ്റ്, കാർ റിവ്യൂ വരുന്ന വെബ്സൈറ്റ് ആണ്. അപ്പം ഇതേപോലെ വെബ്സൈറ്റ് ലോഡ് ആവട്ടെ. അപ്പം ഈ ഒരു വെബ്സൈറ്റിനകത്ത് അതായത് BMW ഒരു കാറിന്റെ റിവ്യൂ നോക്കാൻ വരുന്ന ഒരാൾ. അപ്പൊ ആ ഒരാൾ ഈ ഒരു വെബ്സൈറ്റ് വരുന്ന സമയത്ത് അവർ ഇതിന്റെ റിവ്യൂസ് ഒക്കെ നോക്കുന്ന സമയത്ത് ഇവിടെ കണ്ടോ, ഈ ഒരു വെബ്സൈറ്റിന്റെ ടോപ്പിൽ ഇമ്പോസിബിൾ ടു മാച്ച് ജോർദാൻ. ഓക്കെ, ഇത് വേറൊരു ബ്രാൻഡിന്റെ ആഡാണ്. ഇത് അഡ്വർടൈസ്മെന്റ്. ഇതെന്താണ്, അവരുടെ ഒരു ആഡാണ്. ഇത് കണ്ടോ, ടൈം ഇൻ ദ ഡെഡ് സീ. ഓക്കെ, സെയിം ബ്രാൻഡിന്റെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ആഡ്. പിന്നെ ഇവിടെ വേറൊരു ആഡ്. ഓക്കെ, അപ്പൊ അതായത് ഈ ഒരു വെബ്സൈറ്റിൽ ആഡുകൾ കാണിക്കാനുള്ള പല പ്ലേസുകളുണ്ട്. നമ്മൾ ഇതിന് പറയുന്നതാണ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പറയുന്നതാണ് ആഡിന്റെ പ്ലേസ്മെന്റ് എന്ന് പറയും. ഇതൊരു ആഡ് കാണിക്കുള്ള ഒരു പ്ലേസ്മെന്റ് ആണ്, ഇതൊരു പ്ലേസ്മെന്റ് ആണ്. ഓക്കെ, ഇതൊരു പ്ലേസ്മെന്റ് ആണ്. ഓക്കെ, ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, ഇപ്പം BMW ഒരു കാർ റിവ്യൂ വായിക്കാൻ വന്ന ഒരാൾ ഈ ഒരു വെബ്സൈറ്റിൽ ഈ ഒരു പൊസിഷനിൽ നമ്മളുടെ ബ്രാൻഡ് ഏതാ, റിനോൾട്ടിന്റെ ആഡ് ഇവിടെ കാണുകയാണെന്ന് കരുതുക. ഇവിടെ ഒരു ആഡ് കാണുകയാണെന്ന് കരുതുക. ഓക്കെ, പിന്നീട് ഇതിന് താഴെ എന്താണ്, വേറൊരു ആഡ് കാണുകയാണെന്ന് കരുതുക. ഓക്കെ, അപ്പം നമ്മൾ അവിടെ പറയാണ്, നമ്മുടെ റിനോൾട്ടിന്റെ കാറിന്റെ ഒരു ആഡ് കാണിക്കുന്ന സമയത്ത് നമ്മളിവിടെ പറയാണ് റിനോൾട്ടിന്റെ കാറാണ് ഡെസേർട്ട് സഫാരിക്ക് UAE അല്ലെങ്കിൽ GCCയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് കാർ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് നമ്മൾ എന്താണ് ഈ ഒരു ഡിസ്പ്ലേ ആഡ്, നമ്മളിതിന് പറഞ്ഞാണ് ഇമേജ് കൊടുക്കുന്ന ഒരു ആഡാണ് ഡിസ്പ്ലേ ആഡ്. ഓക്കെ, നമ്മൾ ഈ ഒരു ആഡിൽ നമ്മൾ പറയണം കരുതുക. ഓക്കെ, അപ്പൊ ഒരാളെന്താണ് BMW കാർ വാങ്ങിയ സമയത്തൊക്കെ അവർക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് ഈ ഒരു വെബ്സൈറ്റിൽ കാണിക്കുന്നുണ്ട്. എന്താണ്, റിനോൾട്ടിന്റെ കാറാണ് ഡെസേർട്ട് സഫാരിക്ക് യൂസ് ചെയ്യുന്നത് ബെസ്റ്റ് കാർ. ഓക്കെ, അപ്പൊ അവരെയും ഓക്കെ, അപ്പം BMW കാർ മാത്രമല്ല ഈ ഒരു കാർ അതിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ട് ആ ഒരു കാർ കൂടി ഞാനൊന്ന് പോയി എന്താണ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിക്കൂടാ, അല്ലെങ്കിൽ ആ ഒരു കാറും കൊള്ളാലോ. ഓക്കെ, കാര്യം എന്താ, ഈ ഒരു കാറിനെ കുറിച്ച് ലോഞ്ച് ആവുന്നത് ഇവർ ഓൾറെഡി അവെയറായി. നമ്മൾ ഇതിന്റെ പ്രൈസിങ്ങും ഇതിന്റെ സ്പെസിഫിക്കേഷൻ ഒക്കെ നോക്കുന്ന സമയത്താണ് അതിൽ നിന്ന് കുറച്ച് ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. ഓക്കെ,
പിന്നെ അതിന് കുറച്ച് ആൾക്കാരാണ് നമ്മളുടെ ഈ ഒരു വെബ്സൈറ്റിൽ നമ്മൾ ആഡ് കാണുന്ന സമയത്ത് നമ്മളുടെ ബ്രാൻഡിനെ ഒരു കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം പ്രാക്ടിക്കലി നമുക്ക് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ആഡ് ആണ് എന്താണ്, ഇപ്പം ഇങ്ങനെയുള്ള കാർ റിവ്യൂസ് ഒക്കെ വരുന്ന വെബ്സൈറ്റുകളിൽ നമ്മളെ ബ്രാൻഡിന്റെ ഡിസ്പ്ലേ ആഡുകൾ നമുക്ക് കാണിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാർക്കറ്റിംഗ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. അതായത് നമ്മളെ ബ്രാൻഡിനെ അവർ കൺസിഡർ ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റി. അതാണ് ഈ ഒരു മൂന്നാമത്തെ സ്റ്റേജായ ഒരു കൺസിഡറേഷൻ. പിന്നീട് നാലാമത്തെ സ്റ്റേജാണ് ഇന്റന്റ്. ഓക്കെ, ആ ഒരു വേർഡിൽ പറയുന്ന സെയിം മീനിങ് ആണ് ഇന്റന്റ്. ഓക്കെ, അതായത് നമ്മളുടെ ബ്രാൻഡിനോട് ഒരു ഇന്റൻഷൻ അവരിവിടെ എക്സ്പ്രസ് ചെയ്യും. അപ്പൊ നമ്മളുടെ ബ്രാൻഡിനെ കുറിച്ച് അറിയുന്ന, നമ്മളെ ബ്രാൻഡിനെ കുറിച്ച് അവെയർ ആയ എല്ലാ ആൾക്കാരും നമ്മളെ ബ്രാൻഡിനോട് ഇൻട്രസ്റ്റ് വരണമെന്നില്ല. ഇന്ന് കുറച്ച് ആൾക്കാർ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ 1000 നിന്ന് ഒരു 500 പേർക്ക് നമ്മളെ ബ്രാൻഡിനോട് ഇൻട്രസ്റ്റ് ഉണ്ട്. 500 പേരിൽ നിന്ന് ഒരു 400 ആൾക്കാർ നമ്മളെ ബ്രാൻഡിനോട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ആൾക്കാരായിരിക്കും ഒരു ഇന്റൻഷൻ, ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചാൽ കൊള്ളാം, അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക എന്നുള്ളൊരു ഇന്റൻഷൻ അവരോട് എക്സ്പ്രസ് ചെയ്തു. ഓക്കെ, അപ്പം ഇവിടെ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞൊരു ഓട്ടോമോട്ടീവിന്റെ, നമ്മുടെ ഒരു കാറിന്റെ കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പം എനിക്കൊരു കാർ വാങ്ങണമെന്ന് കരുതുക. ഓക്കെ, അപ്പൊ ഞാൻ ഒരു പുതുതായിട്ടൊരു റിനോൾട്ടിന്റെ കാർ ലോഞ്ച് ആവുമെന്ന് അറിഞ്ഞു, പിന്നെ പ്രൈസിനെ കുറിച്ച് അറിഞ്ഞു. പിന്നെ എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി ഇതല്ലായിരുന്നു, വേറൊരു കാറാണ്. അതിന്റെ കൂടെ ഞാൻ ഇതിനെയും കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷെ സ്റ്റിൽ ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഞാൻ കംപ്ലീറ്റ്ലി എന്താണ് 100% ഞാൻ ഇവിടെ കൺവിൻസ് ആയിട്ടില്ല, ഒരു കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ കാര്യം കൊള്ളാലോ, ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കരാന്നുള്ളത്. അപ്പം എനിക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പൊ നോർമലി ഇപ്പം നമ്മളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നോർമലി ഒരാളാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ നേരെ ഗൂഗിളിൽ പോകും. ഓക്കെ, ഗൂഗിളിൽ പോയിട്ട് ഇപ്പം നമ്മൾ നേരത്തെ വെബ്സൈറ്റിൽ കണ്ടു ബെസ്റ്റ് ഡെസേർട്ട് സഫാരി യൂസ് ചെയ്യാൻ പറ്റുന്ന കാർ എന്ന് പറയുന്നത് റിനോൾട്ടിന്റെ കാറാണ് നമ്മൾ കണ്ടു. ഓക്കെ, അപ്പം ഇതൊന്ന് കൺഫേം ചെയ്യണമല്ലോ. അപ്പൊ നമ്മൾ എല്ലാ ആൾക്കാരും കോമൺ ആയിട്ട് ചെയ്യുന്ന കാര്യം, നേരെ ഗൂഗിളിൽ പോകും, ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യും. ഓക്കെ, ബെസ്റ്റ് കാർ ഫോർ ഡെസേർട്ട് സഫാരി. നമ്മൾ ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കൊടുക്കുന്ന ഈ ഒരു വേർഡിന് അല്ലെങ്കിൽ സെന്റൻസിന് നമ്മൾ പറയുന്നതാണ് കീവേഡ് എന്ന് പറയും. നമുക്ക് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വരുന്ന ക്ലാസ്സുകൾ നമുക്ക് പഠിക്കാം. ജസ്റ്റ് അറിയാൻ വേണ്ടി മാത്രം പറയുന്നത്. ഓക്കെ, നമ്മൾ സെർച്ച് ചെയ്തു ഗൂഗിളിൽ, ഇപ്പൊ നമ്മുടെ കുറെ റിസൾട്ട് കാണിക്കുന്നുണ്ട്. ഒരു ഓവർവ്യൂ ഉണ്ട്. ഞാൻ ഇതിനെക്കുറിച്ചൊന്നും അല്ല കേട്ടോ പറയുന്നത്. ഇതിനകത്ത് തന്നെ എന്താണ് റെന്റഡ് കാറും ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും അല്ല നമ്മൾ പറയുന്നത്. ആണ് ഞാൻ താഴോട്ട് സ്ക്രോൾ ചെയ്തു, ഇത് കണ്ടോ, സ്പോൺസേർഡ് റിസൾട്ട് ലാൻഡ് റോവർ. ഓക്കെ, ഇതെന്ന് പറയുന്നത് സ്പോൺസേർഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ഗൂഗിളിന്റെ റിസൾട്ട് പേജിൽ സ്പോൺസർ പറഞ്ഞ് കാണിക്കുന്നതൊക്കെയാണ് ഗൂഗിളിന്റെ ആഡ്. ഓക്കെ, നമ്മൾ ഇതിന് പറഞ്ഞാൽ ഗൂഗിളിന്റെ സെർച്ച് ആഡ് എന്ന് പറയും. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരുന്ന മൊഡ്യൂൾസിൽ വരുന്ന ക്ലാസ്സിൽ നമുക്ക് പറയാം. ഓക്കെ, നമ്മൾ ഇതിന് പറഞ്ഞാൽ ഗൂഗിളിന്റെ സെർച്ച് ആഡ് എന്ന് പറയും. അപ്പം ഒരാൾ വന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തു ബെസ്റ്റ് കാർ ഫോർ ഡെസേർട്ട് സഫാരി എന്ന് പറയുന്ന ഒരു വേർഡ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത സമയത്ത് ഇപ്പം ഇവിടെ എനിക്കിപ്പം കാണിച്ചതെന്നാണ് ഈ ഒരു ആഡ്, ഈ ഒരു പോർഷനിൽ എനിക്ക് കാണിച്ചത്. ഓക്കെ, പക്ഷെ ഇപ്പോഴും ഇങ്ങനല്ല. ഈ ആഡ് മിക്കപ്പോഴും കാണിക്കുന്നത് ഗൂഗിളിന്റെ ടോപ്പ് പേജിലായിരിക്കും, ഗൂഗിളിന്റെ ഫസ്റ്റ് പൊസിഷനിൽ ഇങ്ങനെ കാണിക്കും, ഇവിടെ ഒക്കെ കാണിക്കും. ഓക്കെ, അപ്പൊ നമ്മളുടെ ആഡ് ഒരാൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാണ്, ബെസ്റ്റ് കാർ ഫോർ ഡെസേർട്ട് സഫാരി സെർച്ച് ചെയ്യാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ബ്രാൻഡിന്റെ വെബ്സൈറ്റ്, ഓക്കെ, ഗൂഗിളിന്റെ ഒരു റിസൾട്ട് പേജ് നമ്മൾ കാണിക്കുകയാണ്. അപ്പൊ നോക്കുന്ന സമയത്താണ് അവർ സെർച്ച് ചെയ്ത് ഡെസേർട്ട് സഫാരിയുടെ ബെസ്റ്റ് കാർ സെർച്ച് ചെയ്തു, അപ്പൊ കാണിക്കുന്നത് ലാൻഡ് റോവർ ആണ്. ഇവിടെ കാണിക്കുന്നത് ലാൻഡ് റോവറിന്റെ വെബ്സൈറ്റ് ആഡ് ആയിട്ട് ഇവിടെ കാണിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യും? ഓക്കെ, അപ്പൊ അപ്പൊ ലാൻഡ് റോവറിന്റെ കാറാണല്ലോ ഈ ഡെസേർട്ട് സഫാരിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് കാർ. അപ്പൊ ഇവര് ഇതിൽ ക്ലിക്ക് ചെയ്യും, നേരെ ഈ ഒരു വെബ്സൈറ്റിൽ വരും. വെബ്സൈറ്റിന്റെ സമയത്ത് എന്താ, ഇവിടെ ഒരു ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനുള്ള ഒരു രജിസ്ട്രേഷൻ ഫോമാണ്. ഇവർ ഫോം ഫില്ല് ചെയ്യും. ഓക്കെ, ഇപ്പൊ ഫില്ല് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇത് നേരെ ആ ഒരു കാർ ഡീലർ ആരാണ് അവരെടുത്തിട്ട് പോകും. അവർ ഈ ഒരു കസ്റ്റമറെ കോൺടാക്ട് ചെയ്യും, എന്നിട്ട് ടെസ്റ്റ് ഡ്രൈവ് എന്നുള്ളത് അറേഞ്ച് ചെയ്യും. ഈ ഒരു ആൾ അവിടെ പോയിട്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കും, ഈ ഒരു കാർ ലാൻഡ് റോവറിന്റെ കാർ ടെസ്റ്റ് ഡ്രൈവ് നോക്കും. അപ്പം പുള്ളിക്ക് ഓക്കെയാണ്, പ്രൈസിങ് ഓക്കെയാണ്, ഇതിന്റെ ഫീച്ചേഴ്സ് ഓക്കെയാണ്, ഓക്കെ, കാറിന്റെ പെർഫോമൻസ് ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? ഒരു കാർ വാങ്ങും. അതാണ് ഇതിന്റെ ഒരു കസ്റ്റമറിന്റെ ഒരു ഫ്ലോ എന്ന് പറയുന്നത്. ഇത് പറയുന്ന സമയത്ത് വളരെ ഈസിയാണ്. ഓക്കെ, അവെയർ ആകുന്നു, ഇൻട്രസ്റ്റ് വരുന്നു, കൺസിഡർ വരുന്നു. ഓക്കെ, പിന്നെ എന്താണ് ഇന്റൻഷൻ വരുന്നു, പിന്നെ പർച്ചേസ് ചെയ്യുന്നു. പറയുന്ന സമയത്ത് വളരെ ഈസിയാണ്. പക്ഷെ ഈ ഒരു കസ്റ്റമർ ജേർണി എന്ന് പറയുന്നതാണ് ഇതിനകത്താണ് കുറെ ഫ്രിക്ഷൻസ് ഉള്ള, കുറെ ടൈം എടുക്കുന്ന, കുറെ എന്താണ് ഈ കസ്റ്റമർ തന്നെ കുറെ ടൈം എടുത്ത് റിസർച്ച് ചെയ്തൊക്കെ നോക്കിയാണ് ഒരു ഡിസിഷൻ എടുക്കുന്നത്. അത് വേറൊരു കാര്യം. ഓക്കെ, നമ്മളിവിടെ എന്താണ് ഈ ഒരു കസ്റ്റമറിന്റെ ഒരു മാർക്കറ്റിംഗ് ഫണലിന്റെ ഒരു ഡീറ്റെയിൽസ് ആണെങ്കിൽ മാർക്കറ്റ് ഫണൽ എന്താണെന്നാണ് നമ്മളിവിടെ
കവർ ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ വന്നെന്താണ് ഈ ഒരു ഫോം ഫില്ല് ചെയ്തത്. അപ്പം ഇവിടെ ഇപ്പം കാണിച്ചത്, ഇവിടെ ഇപ്പൊ സെർച്ച് സമയത്ത് കാണിച്ചത് ഈ ഒരു ലാൻഡ് ഓവറിന്റെ ആഡാണ്. ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, ഇപ്പൊ നമ്മളുടെ ബ്രാൻഡ് റെനോൾട്ടിന്റെ കാർ. അപ്പം ഗൂഗിളിൽ ഒരാൾ സെർച്ച് ചെയ്യുന്നു ഈ ഒരു വേർഡ്, അല്ലെങ്കിൽ നമ്മളിപ്പം ഇനി എന്താ പറയുക, ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മൾ എന്താ പറയുന്നത്, കീവേഡ് എന്ന് പറയും. അപ്പൊ ഈ ഒരു കീവേഡ് ഗൂഗിളിൽ ഒരാൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ ബ്രാൻഡ് ആഡ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? അപ്പൊ ഇവിടെ ലാൻഡ് ഓവറിന്റെ ആഡിന് പകരം നമ്മളുടെ ബ്രാൻഡ് റെനോൾട്ടിന്റെ ആഡ് കാണിക്കും. അപ്പൊ എന്ത് ചെയ്യും? ഇത് കുറച്ച് ആൾക്കാർ നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യും, നമ്മുടെ വെബ്സൈറ്റിൽ വരും, ഇതേപോലെ എന്ത് ചെയ്യും, നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ ഫോം കാണും, ആ ഫോം അവർ ഫില്ല് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഒരു ഫോം ഫില്ല് ചെയ്തുകൊണ്ടാണ് ആ ഒരു കസ്റ്റമർ അവരുടെ ഒരു ഇന്റൻഷൻ അവരോട് എക്സ്പ്രസ് ചെയ്ത് ഈ ഒരു ബ്രാൻഡിനോട്, ഈ ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ഈ ഒരു കാർ എനിക്ക് പർച്ചേസ് ചെയ്താൽ കൊള്ളാം എന്നുള്ളൊരു ഇന്റൻഷൻ അവർക്കുണ്ട്. അതുകൊണ്ടാണല്ലോ ഇവരൊന്ന് ടെസ്റ്റ് ചെയ്യാൻ നോക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഈ ഒരു സ്റ്റേജിൽ ഓക്കെ അവരുടെ ഒരു ഇന്റൻഷൻ എക്സ്പ്രസ് ചെയ്യാനൊക്കെ, അല്ലെങ്കിൽ അവരെ കൊണ്ടൊരു ഇന്റൻഷൻ നമുക്ക് എടുപ്പിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാർക്കറ്റിംഗ് ഇനിഷ്യേറ്റീവ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഗൂഗിളിനകത്ത് നമുക്കൊരു സെർച്ച് ആഡ് ക്രിയേറ്റ് ചെയ്യാം. ഇത് എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുമെന്ന് മാത്രം അറിഞ്ഞാൽ മതി, നമ്മളതൊക്കെ ഫ്യൂച്ചർ ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഗൂഗിളിന്റെ ഒരു സെർച്ച് ആഡ് ക്രിയേറ്റ് ചെയ്യാം. സെർച്ച് ആഡ് എങ്ങനെയാണ്? അതായത് നമ്മുടെ കസ്റ്റമർ ഓക്കെ എന്തൊക്കെ കീവേഡാണോ സെർച്ച് ചെയ്യാൻ നോക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ കീവേഡ് ആയിരിക്കും സെർച്ച് ചെയ്യുന്നത്, അപ്പം അങ്ങനെ ആ വേർഡിൽ സെർച്ച് ചെയ്യുന്ന സമയം നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് ഗൂഗിളിന്റെ റിസൾട്ട് പേര് നമുക്ക് ടോപ്പിൽ കാണിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പം അത് മാത്രം ഓർത്താൽ മതി. അതാണ് ഈ ഒരു ഇന്റന്റ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആസ് എ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ആസ് എ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കറ്റിംഗ് ഇനിഷ്യേറ്റീവ് എന്ന് പറയാം. അപ്പൊ നമ്മളിവിടെ എന്തൊക്കെ പറഞ്ഞു? അവയർനെസ് പറഞ്ഞു, ഇൻട്രസ്റ്റ് പറഞ്ഞു, കൺസിഡറേഷൻ പറഞ്ഞു, ഇന്റന്റ് പറഞ്ഞു, ലാസ്റ്റ് വരുന്നതാണ് പർച്ചേസ്. സിമ്പിൾ ആണ്. ലാസ്റ്റ് എന്താണ്? ആ ഒരു കസ്റ്റമർ നമ്മൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത്. ഇവിടെ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നു. അതിപ്പം എന്തുവാ, ഇപ്പം നമുക്ക് എന്താണ് ഒരു എമൗണ്ട് പേ ചെയ്തുകൊണ്ട് നമ്മൾ പ്രൊഡക്റ്റ് ഇത് പർച്ചേസ് ചെയ്യും. നമ്മളുടെ ഒരു ആക്ച്വൽ റിയൽ ആയിട്ടുള്ള ഒരു കസ്റ്റമർ ആയിട്ട് ഈ ഒരു സ്റ്റേജിൽ അവർ മാറും. അപ്പോൾ സ്റ്റിൽ ഈ ഒരു സ്റ്റേജിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മാർക്കറ്റിംഗ് ഇനിഷ്യേറ്റീവ്സ് ഉണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ്, ഇപ്പൊ നമ്മളൊരു ഏതെങ്കിലും ഒരു റീറ്റെയിൽ ഷോപ്പിൽ പോകണം, ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ പോകണം കരുത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ലുലുവിന്റെ സൂപ്പർ മാർക്കറ്റിൽ പോകണം കരുത്. അപ്പൊ നമ്മളിവിടെ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഇറങ്ങുന്ന സമയത്ത് അവർ നമുക്കൊരു കൂപ്പൺ എന്തെങ്കിലും തരും. കൂപ്പൺ ചിലപ്പോൾ എന്തായിരിക്കും? ഒരു പ്രൊഡക്റ്റ് ഇനി വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റിൽ വാങ്ങാനുള്ള ഒരു ഡിസ്കൗണ്ട് ആയിരിക്കും. അപ്പം കുറച്ച് ആൾക്കാർക്ക് എന്ത് ചെയ്യും? അവർ ഈ ഒരു കൂപ്പൺ വെച്ചുകൊണ്ട് പിന്നെ വേറെ പ്രൊഡക്റ്റ് വാങ്ങും. ഓക്കെ, അവരുടെ ഒരു ലോയൽ കസ്റ്റമർ ആയിട്ട് അവർ മാറും. പിന്നെ ചില സൂപ്പർ മാർക്കറ്റിലൊക്കെ എന്ത് ചെയ്യും? ഇവർക്ക് ഒരു ലോയൽറ്റി പ്രോഗ്രാം കാണും. നമ്മൾ പർച്ചേസ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഒരു പോയിന്റ് ആഡ് ആവും. പിന്നീട് ലാസ്റ്റ് നമുക്ക് എപ്പോഴെങ്കിലും ഒരു പോയിന്റ്സ് നമുക്ക് റെഡീം ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാം. അതാണ് ഈ ഒരു ലോയൽറ്റി പ്രോഗ്രാം എന്ന് പറയുന്നത്. നമ്മൾ ഇവരുടെ ഒരു ലോയൽ കസ്റ്റമർ ആയിട്ട് മാറും. പിന്നീട് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന വേറൊരു മാർക്കറ്റിംഗ് ഇനിഷ്യേറ്റീവ് ആണ് ക്രോസ് സെല്ലിംഗ്. ഇപ്പം ഓൾറെഡി ഇപ്പം ഒരാൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചെന്ന് കരുതുക. അപ്പൊ അവരെ കൊണ്ട് വേറൊരു പ്രൊഡക്റ്റിന് എന്തെങ്കിലും ഡിസ്കൗണ്ട് കൊടുത്തുകൊണ്ട് അവരെ കൊണ്ട് ഈ ഒരു വേറൊരു പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കുക എന്നുള്ളൊരു മാർക്കറ്റിംഗ് ആണ് ക്രോസ് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളോട് പറഞ്ഞ ഒരു റെനോൾട്ടിന്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ റെനോൾട്ടിന്റെ കാർ ഒരാൾ വാങ്ങിച്ചു. അപ്പൊ സ്റ്റിൽ എന്താണ്, നമുക്ക് അവിടെയും കുറച്ച് മാർക്കറ്റിംഗ് ഇനിഷ്യേറ്റീവ് ചെയ്യാൻ പറ്റും. ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ പറയാം, നിങ്ങളെ ഫാമിലിയിൽ നിന്ന് ഇനി വേറെ ആരെങ്കിലും ഒരു 1 ഇയറിനുള്ളിൽ ഈ ഒരു റെനോൾട്ടിന്റെ കാർ വാങ്ങാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ഇത്ര % ഡിസ്കൗണ്ട് കൊടുക്കാം. ഓക്കെ, അത് ഒരു എക്സാമ്പിൾ. അതെല്ലാം നമുക്ക് വേറൊരു ഓഫർ കൊടുക്കാൻ പറ്റും. നിങ്ങളുടെ എന്താണ് ഒരു 6 മന്ത് ഓക്കെ, അല്ലെങ്കിൽ ഒരു 6 or 1 ഇയർ. അപ്പൊ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ ഒരു സർവീസ് ചെയ്യുന്ന സമയത്ത് ഇത്ര % ഡിസ്കൗണ്ട്. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് ഒരു എക്സാമ്പിൾസ് ആണ്. അതായത് ഈ ഒരു പർച്ചേസ് സ്റ്റേജിൽ നമ്മൾ കുറച്ച് മാർക്കറ്റിംഗ് ഇനിഷ്യേറ്റീവ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ഒരു മാർക്കറ്റിംഗ് ഫണ്ട് എന്ന് പറയുന്നത്. ഇത് പറയുന്ന സമയത്താണ് ഇത് വളരെ കൺസെപ്റ്റ് ആണ്. പക്ഷെ ഇത് നമ്മൾ ഈ ഓരോ മാർക്കറ്റിംഗ് ഫണ്ടിലുള്ള ഈ ഓരോ മാർക്കറ്റിംഗ് സ്റ്റേജുകളും നമ്മളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗിനകത്ത് നമ്മൾ ഈ ഓരോ സ്റ്റേജിലും നമ്മൾ അവിടെ ഈ മാർക്കറ്റിംഗ് ഫണ്ട് അനുസരിച്ചായിരിക്കും നമ്മളുടെ പല മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ്, നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇത് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ പോകുന്ന ഒരാൾ ഇത് കംപ്ലീറ്റ്ലി മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, പിന്നീട് വേറൊരു കാര്യം കൂടി, ഇതിപ്പം ഒരു മാർക്കറ്റിംഗ് ഫണ്ട് എന്ന് പറയുന്നതാണ് ഇത് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് എന്ത് രീതിയിലാണ്? ഒരു പിരമിഡിന്റെ റിവേഴ്സ് ഷേപ്പിൽ. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്? അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഇപ്പം
ഇതിനൊരു നമ്പറിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം അവയർനെസ് സ്റ്റേജിൽ നമ്മുടെ ബ്രാൻഡിനെ കുറിച്ച് അറിയുന്ന കുറെ ആൾക്കാർ കാണും. ഫോർ എക്സാമ്പിൾ ഒരു 5 മില്യൺ ആൾക്കാർ നമ്മുടെ പ്രൊഡക്റ്റിനെയോ സർവീസിനെ കുറിച്ച് അറിഞ്ഞെന്ന് കരുതുക. അതിൽ നിന്ന് ഒരു ഇൻട്രസ്റ്റ് വരുന്നത് ചിലപ്പോൾ ഒരു 4 മില്യൺ ആയിരിക്കും. അതിൽ നിന്ന് നമ്മൾ ബ്രാൻഡിനെ കൺസിഡർ ചെയ്യുന്ന എത്ര പേരായിരിക്കും? പിന്നെയും കുറച്ച് ആൾക്കാരായിരിക്കും 2.5 മില്യൺ. പിന്നീട് ആ ഒരു ബ്രാൻഡിനോട് അല്ലെങ്കിൽ അത് വാങ്ങിച്ച കൊള്ളുന്നൊരു ഇന്റൻഷൻ എക്സ്പ്രസ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരായിരിക്കും. പിന്നെ നമ്പർ ഇങ്ങനെ കുറയും. ഓക്കെ, പിന്നീട് ആ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് എത്ര പേരായിരിക്കും? ഒരു 1 മില്യൺ ആയിരിക്കും ഫോർ എക്സാമ്പിൾ. അതായത് അവയർനെസ്സിൽ എന്താണ് കുറെ ആൾക്കാരുണ്ട്. അതിൽ നിന്ന് ഓരോ സിലോട്ട് താഴ്ത്തു വരുന്നതനുസരിച്ചുകൊണ്ട് ഇതിനൊരു നമ്പർ കുറയുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു മാർക്കറ്റിംഗ് ഫണലിന് ഈ ഒരു റിവേഴ്സ് ഷേപ്പ് ഇരിക്കുന്നത്. ഓക്കെ, അവയർനെസ് സെയിൽ കണ്ടോ, വോളിയം കൂടുതലാണ്. ഇപ്പൊ ഇൻട്രസ്റ്റ് സ്റ്റേജിൽ വരും പിന്നെയും കുറഞ്ഞു, കൺസിഡർ സ്റ്റേജ് വരുമ്പോൾ പിന്നെയും കുറഞ്ഞു, ഇന്ത്യയിൽ വരുമ്പോൾ പിന്നെയും കുറഞ്ഞു, പർച്ചേസ് വരുമ്പോൾ പിന്നെയും അവിടെ കുറഞ്ഞു. ഓക്കെ, അപ്പൊ ഇതാണ് മാർക്കറ്റിംഗ് ഫണൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ മാർക്കറ്റിംഗ് ഫണൽ എന്താണെന്ന് പറഞ്ഞു, അതിന്റെ ഡിഫറൻറ്റ് സ്റ്റേജസ് എന്താണെന്ന് പറഞ്ഞു, എന്തുകൊണ്ടാണ് മാർക്കറ്റിംഗ് ഫണല് ആ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ ഒരു ഷേപ്പിൽ ഇരിക്കുന്നത് നമ്മളിവിടെ പറഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ഓഫ്ലൈൻ മാർക്കറ്റിംഗ് വേഴ്സ് ഓൺലൈൻ മാർക്കറ്റിംഗ് നോക്കാം. നമ്മളിവിടെ കവർ ചെയ്യുന്നത് ഈ ഒരു ഫസ്റ്റ് മോഡലിൽ നമ്മൾ കവർ ചെയ്യുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ബേസിക്സ് ആണ്. ഓക്കെ, ഇനിയുള്ള ഫ്യൂച്ചർ ക്ലാസ്സുകളായിരിക്കും നമ്മൾ ഇതിന് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ അഡ്വാൻസ്ഡിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കവർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റിലെ ഓഫ്ലൈൻ മാർക്കറ്റിംഗ് എന്താണെന്ന് നോക്കാം. ഓഫ്ലൈൻ മാർക്കറ്റിംഗ് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മൾ ഓൺലൈൻ ചാനലോ അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളൊന്നും യൂസ് ചെയ്യാതെ നമ്മളെ പ്രോഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യുന്നതാണ് ഓഫ്ലൈൻ മാർക്കറ്റിംഗ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ടി വിയിൽ നമ്മുടെ ആഡ് കൊടുക്കുന്നത്, ന്യൂസ് പേപ്പർ വഴി നമ്മളുടെ ആഡ് കൊടുത്ത് നമ്മുടെ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. പിന്നെ FM അല്ലെങ്കിൽ റേഡിയോസ്, നോട്ടീസ്, ബ്രോഷർ, ഇതെല്ലാം എന്താണ് ഓഫ്ലൈൻ മാർക്കറ്റിംഗ്. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ വരുന്നത് എന്തൊക്കെയാണ്? നമ്മളുടെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, നമ്മൾ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത്. പിന്നെ ഇമെയിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇമെയിൽ മാർക്കറ്റിംഗ്, പിന്നെ നമ്മുടെ വെബ്സൈറ്റ്, ഓക്കെ, പിന്നെ നമ്മുടെ ഗൂഗിൾ ആഡ് ക്യാമ്പയിൻസ്, ഇതെല്ലാം എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ എക്സാമ്പിൾസ് ആണ്. അപ്പം പിന്നീട് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഇൻട്രൊഡക്ഷൻ നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ പ്രൊഡക്റ്റിനെ അല്ലെങ്കിൽ സർവീസിനെ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നതിനാണ് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് എന്തുകൊണ്ടാണ് ഒരു കുറെ നാൾ മുമ്പൊക്കെ ഈ പല ബ്രാൻഡുകളും അവർ കൂടുതലായിട്ട് അവരുടെ ഒരു ബഡ്ജറ്റ്, അവരുടെ ഒരു മാർക്കറ്റിംഗ് ബഡ്ജറ്റ് അവർ കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് ഓഫ്ലൈൻ മാർക്കറ്റിംഗിനായിരുന്നു. ഓക്കെ, പിന്നെ എന്തുകൊണ്ടായിരിക്കും പെട്ടെന്നൊരു ബൂം മീൻസ് ഇപ്പം ഞാനിപ്പോ ഈ കൊറോണ വന്നതിന് ശേഷമുള്ള കാര്യമല്ല പറയുന്നത്, ഈ നമ്മുടെ ഫേസ്ബുക്ക് ഒക്കെ വന്നതിന് ശേഷം എന്തുകൊണ്ടായിരിക്കും ഒരു ഓൺലൈൻ മാർക്കറ്റ് ഡിജിറ്റൽ മാർക്കറ്റിലോട്ട് ഇത്രയും ആൾക്കാരോ ഇത്രയും ബ്രാൻഡുകൾ കൂടുതലായിട്ട് ഒരു എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നത്? സോ അത് നോക്കുന്ന സമയത്ത് ഇവിടെ ഇപ്പം ഒരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പൊ ഏതെങ്കിലും ഒരു ബ്രാൻഡ്, സാംസങ് എന്ന് പറയുന്ന ബ്രാൻഡ്, അവർ ഇനീഷ്യൽ ഡേയ്സ് അവർ കൂടുതലായിട്ട് അവരുടെ ഒരു മാർക്കറ്റിംഗ് ബഡ്ജറ്റ് അവർ സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് ഓഫ്ലൈൻ മാർക്കറ്റിംഗ് ചെയ്യാനാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ന്യൂസ് പേപ്പറിൽ ആഡ് കൊടുക്കും, ടി വിയിൽ ആഡ് കൊടുക്കും, നോട്ടീസുകൾ, ഓക്കെ, ബ്രോഷറുകൾ, പിന്നീട് പത്രത്തിലുള്ള പരസ്യങ്ങൾ, അത് അവരുടെ മാർക്കറ്റിംഗ് ബഡ്ജറ്റിന്റെ 100% അവർ സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് ഓഫ്ലൈൻ മാർക്കറ്റിംഗിന്. പിന്നെ എന്തുകൊണ്ട് വലിയ ബ്രാൻഡുകൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗിലോട്ട് കൂടുതലായിട്ട് അവർ എമൗണ്ട് സ്പെൻഡ് ചെയ്തു? അതിന്റെ ഒരു സ്റ്റോറി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പിക്ചറിൽ കാണുന്ന ഒരാൾ അറിയുക, അത് ആരാന്ന് ആർക്കെങ്കിലും മനസ്സിലായി കാണുമല്ലോ. അതായത് നമ്മളുടെ ഫേസ്ബുക്കിന്റെ ഫൗണ്ടറായ മാർക്ക് സക്കർബർഗ്, ഓക്കെ, മെറ്റയുടെ CEO ആൻഡ് ഫൗണ്ടർ. അപ്പം മെറ്റയുടെ CEO അല്ല, പുള്ളി മെറ്റയുടെ ഫൗണ്ടർ ആണ്. ഓക്കെ, അപ്പം ഈ മാർക്ക് എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഈ ഫേസ്ബുക്ക് വന്ന സമയത്ത് ഫേസ്ബുക്കിൽ കൂടുതൽ ആൾക്കാർ ഫേസ്ബുക്ക് യൂസ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, കൂടുതലായിട്ട് ആൾക്കാർ ഫേസ്ബുക്കിൽ കൂടുതലായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. അപ്പം അതായത് കൂടുതലായിട്ട് അവരുടെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഈ മാർക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്കിന്റെ ടീം US പല വലിയ ബ്രാൻഡുകളെയും, ഓക്കെ, ബ്രാൻഡുകളും പിന്നെ എന്താണ് ആ ബ്രാൻഡുകളെ കൊണ്ട് മാർക്കറ്റിംഗ് ചെയ്യുന്ന ഏജൻസികളെയും കോൺടാക്ട് ചെയ്തിട്ട് അവർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ബ്രാൻഡിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ ആഡുകൾ നമുക്ക് ഫേസ്ബുക്കിൽ നമുക്ക് കാണിക്കാം. കൂടാതെ ഇപ്പൊ നിങ്ങൾ അതായത് ഫേസ്ബുക്ക് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ഓരോ എമൗണ്ട് അല്ലെങ്കിൽ ഓരോ ഡോളർ അല്ലെങ്കിൽ ഓരോ ദിറംസിലും നിങ്ങൾക്ക് എത്രത്തോളം റിട്ടേൺ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര പേര്
ആ ഒരു ആഡ് കണ്ടിട്ട് എത്ര പേര് ആ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ഡേറ്റ ഫേസ്ബുക്കിന് തരാൻ പറ്റുമെന്ന് പല പല ബ്രാൻഡടുത്തും പറഞ്ഞു. ഓക്കെ, പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. ഇപ്പൊ നമ്മളൊരു ₹1 നമ്മൾ ഫേസ്ബുക്കിൽ ഒരു ആഡിൽ സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ആ ഒരു ആഡ് എത്ര പേര് കണ്ടു, എത്ര പേര് ക്ലിക്ക് ചെയ്തു, ഓക്കെ, ആ ഒരു ആഡിൽ നിന്ന് എത്ര പേര് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തു, ആ വെബ്സൈറ്റിൽ നിന്ന് എത്ര പേര് നമ്മുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തു എന്നൊക്കെ നമുക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ഓഫ്ലൈൻ മാർക്കറ്റിംഗിൽ ഇത് പോസിബിൾ അല്ല. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പം എൻ്റെ ഒരു ബ്രാൻഡ്, സാംസങ്ങിന്റെ ഒരു ആഡ് നമ്മൾ ന്യൂസ് പേപ്പറിൽ കൊടുക്കുന്നു. ഓക്കെ, ന്യൂസ് പേപ്പർ കൊടുക്കുന്ന സമയത്ത് ഇപ്പൊ നെക്സ്റ്റ് ഡേയിൽ ആ ഒരു ന്യൂസ് പേപ്പറിൽ ആ ഒരു ആഡ് വന്ന് കരുതുക. അപ്പം ആ ഒരു ആഡ് എത്ര പേര് കണ്ടു, ഓക്കെ, ആ ഒരു ആഡ് കണ്ടിട്ട് എത്ര പേര് നമ്മൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തു, എത്ര പേര് അവരുടെ അടുത്തുള്ള ഷോറൂം, അടുത്തുള്ള സാംസങ് ഷോറൂമിൽ പോയി, ഓക്കെ, ഇങ്ങനെയുള്ള ഒരു ഡേറ്റാസ് ഒന്നും നമുക്ക് കിട്ടത്തില്ല. കാര്യം എന്താ, ഇപ്പം ഓക്കെ, ന്യൂസ് പേപ്പറിന്റെ അന്ന് പബ്ലിഷ് ചെയ്തിരിക്കുന്ന ന്യൂസ് പേപ്പറിന്റെ കോപ്പീസിന്റെ ഒരു നമ്പർ കിട്ടും. അതല്ലാതെ ആ ഒരു ന്യൂസ് പേപ്പർ എത്ര പേര് വായിച്ചു എന്നുള്ളൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു മെഷർമെന്റ് കിട്ടത്തില്ല. പക്ഷെ ഇത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോസിബിൾ ആണ്. ഓക്കെ, സോ അപ്പം എന്ത് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ വലിയ വലിയ ബ്രാൻഡുകൾ അവരുടെ മാർക്കറ്റിംഗ് ബഡ്ജറ്റിന്റെ ഒരു ചെറിയൊരു പെർസെന്റേജ് അവർ ഡിജിറ്റൽ മാർക്കറ്റിംഗിന് വേണ്ടി സ്പെൻഡ് ചെയ്തു. അപ്പൊ അതിൽ നിന്ന് അവർക്ക് കിട്ടിയ റിട്ടേണും, ഓക്കെ, അവർക്ക് കിട്ടിയ ഡേറ്റാസ് ഒക്കെ വെച്ചും അവർക്ക് മനസ്സിലായി അവർ ഇനി കൂടുതലായിട്ട് എമൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ടത് ഓഫ്ലൈൻ മാർക്കറ്റിംഗിലല്ല, ഡിജിറ്റൽ മാർക്കറ്റിംഗിലാണ്. ഓക്കെ, അതും ഒരു റീസൺ ആണ് പല പല വലിയ ബ്രാൻഡുകളും ഓഫ്ലൈൻ മാർക്കറ്റിംഗിൽ നിന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗിലോട്ട് കൂടുതലായിട്ട് എമൗണ്ട് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു റീസൺ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മെട്രിക്കാണ് ROAS എന്ന് പറയുന്നത്. ഓക്കെ, ROAS, റിട്ടേൺ ഓൺ ആഡ് സ്പെൻഡ്. അതായത് ഇപ്പൊ ഞാനിപ്പം എന്റെ ഒരു ആഡിന് വേണ്ടി $1 സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ $1 അല്ലെങ്കിൽ ₹1 സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതുവഴി എനിക്ക് എത്രത്തോളം റിട്ടേൺ കിട്ടി എന്നുള്ളതാണ് ഈ ROAS കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ വളരെ മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡേറ്റാസ് ഫേസ്ബുക്ക് പല പല വലിയ ബ്രാൻഡിന് കൊടുക്കാൻ പറ്റിയതും ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു ബൂമിങ് വരാനുള്ള, അല്ലെങ്കിൽ ഒരു ബൂമിങ് ഉണ്ടാകാനുള്ള ഒരു റീസൺ ആയിരുന്നു. ഇനി നമുക്ക് ഇപ്പം ഇതിപ്പോ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങൾക്ക് പല ആൾക്കാരും ചോദിക്കും, എന്തുകൊണ്ടാണ് നീ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്നത്? അപ്പൊ അതിന്റെ ഒരു റീസൺ ആണ് ഇത്. പല ബ്രാൻഡുകളും ഡിജിറ്റൽ മാർക്കറ്റിംഗിന് വേണ്ടി ഓരോ വർഷം കഴിയുന്തോറും നല്ലൊരു ബഡ്ജറ്റ് അവർ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു ഇൻഡസ്ട്രി എന്താണ്, എവർ ഗ്രോയിങ് ഇൻഡസ്ട്രി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ ബിൽഡ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ടൈമാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത്. ഇത് ഈ ഒരു PPT കാണിച്ചിരിക്കുന്നത് 2021 തൊട്ട് 2026 വരെ, അതായത് ഈ ഒരു വർഷം വരെ ഈ US പല പല ബ്രാൻഡുകളും അവരുടെ ഡിജിറ്റലായിട്ട് അവർ അഡ്വർടൈസ് ചെയ്യാൻ വേണ്ടി അവർ സ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു എമൗണ്ട് ആണ്. ഓക്കെ, അതിനൊരു എസ്റ്റിമേറ്റഡ് എമൗണ്ട് ആണ്. അപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2021 എന്താണ് അറൗണ്ട് ഒരു $500 ബില്യൺ ആയിരുന്നു അവർ സ്പെൻഡ് ചെയ്തത് എന്നുണ്ടെങ്കിൽ, 2026 ആവുന്ന സമയത്ത് ഒരു $835 ബില്യൺ ആണ് US ഡോളറാണ് ഇവർ സ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഓരോ വർഷം കഴിയും തോറും ഇവർ മാർക്കറ്റിംഗിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് എന്താണ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ അതും എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി ഗ്രോ ചെയ്യാനൊരു മെയിൻ റീസൺ ആണ്. സോ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നോട് കരിയർ ചൂസ് ചെയ്യാൻ പറ്റിയൊരു ടൈമാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ബെനിഫിറ്റ്സ് നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗും ഓഫ്ലൈൻ മാർക്കറ്റിംഗും തമ്മിലുള്ള മേജറുള്ള ഡിഫറൻസ്. ഓക്കെ, സോ ഇതിൽ ഫസ്റ്റ് പറയേണ്ടതാണ് ഒപ്റ്റിമൈസേഷൻ. എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളൊരു ക്യാമ്പയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ട് കിട്ടുന്ന രീതിയിൽ നമ്മൾ ക്യാമ്പയിനിൽ നമ്മൾ വരുന്ന പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ്. ഓക്കെ, അതാണ് ഈ ഒരു വേർഡിന്റെ മീനിങ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഇപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം റിയൽ ടൈം, ഓക്കെ, നമുക്ക് റിയൽ ടൈമിൽ നമുക്ക് നമ്മളുടെ ക്യാമ്പയിൻ, നമ്മളുടെ മാർക്കറ്റിംഗിൽ നമുക്ക് പല പല ചേഞ്ചസും വരുത്താൻ പറ്റും. നമുക്ക് റിയൽ ടൈമിൽ നമുക്ക് ഓപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. പക്ഷെ ഓഫ്ലൈൻ മാർക്കറ്റിംഗ് അത് പോസിബിൾ അല്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾ ഒരു ന്യൂസ് പേപ്പറിൽ നിങ്ങളുടെ ഒരു ബ്രാൻഡിനെ കുറിച്ചൊരു ആഡ് കൊടുത്തെന്ന് കരുതുക. ഓക്കെ, അപ്പൊ ആഡ് കൊടുക്കുന്ന സമയം എന്ത് ചെയ്യും, നെക്സ്റ്റ് ഡേയിൽ എന്ത് ചെയ്യും, അത് പബ്ലിഷ് ആയിട്ട് വന്നു. ഓക്കെ, എല്ലാ വീടുകളിലും ആ ന്യൂസ് പേപ്പർ എവിടെയൊക്കെ ഇടുന്നുണ്ടോ അവിടെ എല്ലാം ഇത് എത്തി. ഓക്കെ, അപ്പം അറ്റ് ദ സെയിം ടൈമിൽ നിങ്ങളുടെ ബ്രാൻഡിനെ തന്നെ ഒരു ആഡ് നിങ്ങൾ ഫേസ്ബുക്കിൽ ആഡ് റൺ നിങ്ങൾ ആ ഒരു ആഡ് പബ്ലിഷ് ചെയ്തെന്ന് കരുതുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് തോന്നുവാണ്, നമ്മൾ ഇന്നലെ പബ്ലിഷ് ചെയ്ത ആ ന്യൂസ് പേപ്പറിലും, ഓക്കെ, നമ്മളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി നമ്മൾ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നമ്മൾ റൺ ചെയ്യുന്ന ആഡിലും
ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ഇമേജിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഒരു പ്രൈസിങ്ങോ അല്ലെങ്കിൽ നിങ്ങളുടെ കളറോ എന്തോ മാറിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴിയിലും നിങ്ങൾ ഫേസ്ബുക്കിൽ നിങ്ങൾ റമിച്ചുകൊണ്ടിരിക്കുന്ന ആഡിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് റിയൽ ടൈമിൽ അവിടെ പോയിട്ട് ആ ഒരു ആഡിന്റെ ഡീറ്റെയിൽസ് ഒക്കെ മാറ്റാൻ നിങ്ങൾക്ക് റിയൽ ടൈമിൽ പറ്റും. നിങ്ങൾക്ക് എന്താണ് വേറൊരു ഇമേജ് വേണമെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാം, ആ ഒരു ഇമേജ് പബ്ലിഷ് ചെയ്യാം, അല്ലെങ്കിൽ അതിന് കൂടുതൽ ടെക്സ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് മാറ്റാം. ഇതെല്ലാം ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോസിബിൾ ആണ്. പക്ഷേ ഓഫ്ലൈൻ മാർക്കറ്റിംഗ് നിങ്ങൾ ന്യൂസ് പേപ്പർ പബ്ലിഷ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ പോയിട്ട് എന്താണ് മാറ്റം വരുത്താനും പറ്റത്തില്ല, റിയൽ ടൈമിൽ ഒരിക്കലും പറ്റത്തില്ല. അത് ഓൺ സ്പോട്ടിലേക്ക് അത് മാറ്റം വരുത്താൻ പറ്റത്തില്ല. പക്ഷെ അത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോസിബിൾ ആണ്. ഓക്കെ, ഇതാണ് ഒരു ഫസ്റ്റ് ഡിഫറൻസ്. രണ്ടാമത്തെ ഇൻവെസ്റ്റ്മെന്റ്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനകത്ത് നിങ്ങൾക്ക് എന്താണ് വലിയ ഒരു ഹ്യൂജ് ബഡ്ജറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് പല പല ചെറിയ ചെറിയ ബ്രാൻഡുകൾ, പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ബ്രാൻഡുകൾ വരെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വേണ്ടി ഒരു എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നത്. പക്ഷെ ഓഫ്ലൈൻ മാർക്കറ്റിംഗ് നോക്കുന്ന സമയത്ത് അവിടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓഫ്ലൈൻ മാർക്കറ്റിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു എമൗണ്ട് വളരെ ഹ്യൂജ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമുക്കിപ്പം ടി വിയിൽ ഒരു ആഡ് കൊടുക്കണമെന്ന് കരുതുക. ഇപ്പൊ ഓണലി വരുന്നത്, അപ്പൊ നമ്മുടെ ബ്രാൻഡിന്റെ ഒരു ആഡ് നമുക്ക് ടി വിയിൽ കാണിക്കണമെന്ന് കരുതുക. ഫോർ എക്സാമ്പിൾ LG. അപ്പൊ അങ്ങനെ ഒരു സമയത്ത് ഇപ്പൊ നമ്മളൊരു ന്യൂസ് ചാനൽ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് അവർ പറയാണ് ഇപ്പം ഒരു 1 വീക്കിൽ നമ്മളൊരു ആഡ് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 5 lakh ആണെന്ന് കരുതുന്നത്. മേ ബി അതിൽ കൂടുതൽ ഒരു എക്സാമ്പിൾ പറയുന്നത് മാത്രമേ. അപ്പം ഈ ഒരു 5 lakh ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ അഡ്വാൻസ് ലെവലിൽ നല്ലപോലെ ഒരു എമൗണ്ട് സ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റും. പക്ഷെ ഓഫ്ലൈൻ മാർക്കറ്റിംഗ് ഇപ്പൊ അതുപോലെ ന്യൂസ് പേപ്പറോ നമ്മുടെ ടിവിയോ അല്ലെങ്കിൽ FM എന്തും എടുത്തോ അതിൽ ഓഫ്ലൈൻ മാർക്കറ്റിംഗിന് ഇൻവെസ്റ്റ്മെന്റ് വളരെ കൂടുതലായിരിക്കും, ഡിജിറ്റൽ മാർക്കറ്റിംഗ് അത് കുറവായിരിക്കും. ഓക്കെ, അത് രണ്ടാമത്തെ റീസൺ. മൂന്നാമത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ മെഷർമെന്റ്. ഡിജിറ്റൽ മാർക്കറ്റിംഗിനകത്ത് നമുക്ക് റിയൽ ആയിട്ട് നമ്മുടെ ക്യാമറ പെർഫോമൻസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. നമ്മളെ ആഡ് എത്ര പേര് കണ്ടു, അതിൽ എത്ര പേര് ക്ലിക്ക് ചെയ്തു, എത്ര ഇംപ്രഷൻ കിട്ടി. ഓക്കെ, നമ്മുടെ പ്രൊഡക്റ്റ് ആഡിൽ ക്ലിക്ക് ചെയ്തിട്ട് എത്ര പേര് പോയി നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിച്ചു എന്നൊക്കെ നമുക്കിവിടെ ക്ലിയർ ആയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. പക്ഷെ ഓഫ്ലൈൻ മാർക്കറ്റിംഗ് അത് പോസിബിൾ അല്ല. ഇപ്പം ടി വിയിൽ കണ്ട ഒരു ആഡ് കണ്ടിട്ട് എത്ര പേര് ടി വിയിൽ ആഡ് കണ്ടിട്ട് ചിലപ്പോൾ ആൾക്കാർ പോയി സാധനം വാങ്ങത്തില്ലെന്നല്ല, പക്ഷെ അവിടെ ഒരു ക്ലിയർ ആയിട്ടുള്ള നമ്പർ നമുക്ക് കിട്ടത്തില്ല. ഓക്കെ, ന്യൂസ് പേപ്പറോ FM അല്ല റേഡിയോ നോട്ടീസോ എന്തോ ആയിക്കോട്ടെ, നമുക്ക് ഓഫ്ലൈൻ മാർക്കറ്റിൽ അത് പോസിബിൾ ആണ്. പക്ഷെ ഡിജിറ്റൽ മാർക്കറ്റിൽ അത് പോസിബിൾ ആണ്. പിന്നീട് വരുന്നതാണ് കസ്റ്റമൈസേഷൻ. ഓക്കെ, അപ്പൊ ഇപ്പൊ എൻ്റെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ലേഡീസിന്റെ സ്കിൻ കെയറിന് അവരെ സ്കിൻ കെയർ നല്ലതാക്കാൻ വേണ്ടിയുള്ള ഒരു പ്രൊഡക്റ്റ് എന്ന് കരുതുക. അപ്പൊ അങ്ങനെ ഒരു സമയത്ത് ഞാൻ ടാർഗറ്റ് ചെയ്യേണ്ടത് ആരെയാണ്? ലേഡീസിനെയാണ്. എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി ആ ലേഡീസിനെ മാത്രം ടാർഗറ്റ് ചെയ്യാൻ എനിക്ക് പോസിബിൾ ആണ്. പക്ഷെ ഇതിപ്പം ഓഫ്ലൈൻ മാർക്കറ്റ് വരുന്ന സമയത്ത് ഇപ്പം ഞാനിപ്പോ ടി വിയിൽ ഒരു ആഡ് കൊടുക്കുകയാണെന്ന് കരുതുക. ഓക്കെ, അപ്പൊ എനിക്ക് ടി വിയിൽ പറയാൻ പറ്റുമോ എന്റെ ഒരു ആഡ് നിങ്ങൾ എന്താണ് ലേഡീസിനെ മാത്രം കാണിച്ചെന്ന് പറയാൻ പറ്റും? പറയാം, പക്ഷെ എന്താണ് അവർക്കത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ തന്നെയാണ് FM, അതേപോലെയാണ് നോട്ടീസ് ന്യൂസ് പേപ്പർ. ഇതിലൊന്നും നമുക്ക് ഇങ്ങനെയുള്ള കസ്റ്റമൈസേഷൻ പറ്റത്തില്ല. അപ്പൊ എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എനിക്ക് ചൂസ് ചെയ്യാം എന്റെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണ്, അവരുടെ എന്താണ് ഏത് സമയത്ത് എനിക്ക് എൻ്റെ ഒരു ആഡ് കാണിക്കണം എന്നെല്ലാം എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എനിക്കവിടെ പോസിബിൾ ആണ്. പക്ഷെ അത് ഓഫ്ലൈൻ മാർക്കറ്റിംഗ് അത് പോസിബിൾ അല്ല. പിന്നീട് വരുന്നതാണ് ടാർഗറ്റിംഗ്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്കിപ്പം എൻ്റെ ഒരു ഓഡിയൻസിന് അവരുടെ ഏജ്, അവരുടെ ജെൻഡർ, ഓക്കെ, അവരുടെ ലൊക്കേഷൻ, അവരുടെ ഇൻകം ഒക്കെ അനുസരിച്ചുകൊണ്ട് എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി എനിക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് നമ്മുടെ ഓഫ്ലൈൻ മാർക്കറ്റിംഗ് അത് പോസിബിൾ അല്ല. ഇപ്പം എനിക്ക് ചിലപ്പോൾ എൻ്റെ പ്രൊഡക്റ്റ് എന്താണ് ഹൈ ഇൻകം ഉള്ള ആൾക്കാരായിരിക്കും എൻ്റെ പ്രൊഡക്റ്റ് ചിലപ്പോൾ വാങ്ങുന്നത്. പക്ഷെ എനിക്ക് ന്യൂസ് പേപ്പറുകാരുടെ പറയാൻ പറ്റും എൻ്റെ ആഡ് നിങ്ങൾ എന്താണ് കൂടുതലായിട്ട് ഇൻകം ഉള്ള ആൾക്കാരെ മാത്രം കാണിച്ചാൽ മതി എന്ന് എനിക്ക് ന്യൂസ് പേപ്പറിനടുത്ത് പറയാൻ പറ്റത്തില്ല. ഒരിക്കലും പോസിബിൾ അല്ലത്, നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനേ പറ്റത്തില്ല. പക്ഷെ അത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അത് പോസിബിൾ ആണ്. പിന്നീട് വരുന്നതാണ് ഗ്ലോബൽ ഉള്ള റീച്ച്. അപ്പൊ എനിക്ക് ഇപ്പം ഇവിടെ ഇരുന്നു കൊണ്ട് എനിക്കൊരു ലാപ്ടോപ്പും നെറ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ലോകത്ത് എവിടെയൊക്കെ നമ്മൾ ചൂസ് ചെയ്ത ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമിലുണ്ടോ അവിടെയൊക്കെ എനിക്ക് എൻ്റെ ആഡ് റൺ ചെയ്യാൻ പറ്റും. എനിക്കിപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് എൻ്റെ ഒരു പ്രൊഡക്റ്റ് എനിക്ക് US മാർക്കറ്റ് ചെയ്യണം, എനിക്കത് പോസിബിൾ ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി. പക്ഷെ ഇതിപ്പം ഓഫ്ലൈൻ മാർക്കറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് US ഒരു ന്യൂസ് പേപ്പറിൽ എനിക്ക് ഒരു ആഡ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ പറ്റും. പക്ഷെ എന്താണ് കുറച്ച് പാടാണ്, നല്ല പാടാണ്. അവിടുത്തെ ന്യൂസ് പേപ്പറെ കോൺടാക്ട് ചെയ്യുകയും അവിടുത്തെ ഒരു ബഡ്ജറ്റ് എടുക്കുകയും അവർക്ക് നമ്മൾ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുകയും നമ്മളുടെ ആഡിന്റെ കണ്ടന്റ് പ്രിപ്പയർ ചെയ്യുകയും അവർക്ക് കൊടുക്കുക, അതൊക്കെ കുറെ ടൈം കൺസ്യൂം ആയിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷെ ഡിജിറ്റൽ മാർക്കറ്റിൽ എനിക്കെന്താണ് ഒരു വിത്തിൻ ഒരു 2 hours എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് US ക്യാമ്പയിൻ പ്ലാൻ ചെയ്യുകയും ലോഞ്ച് ചെയ്യുകയും എല്ലാം എനിക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊക്കെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്
ഓഫ്ലൈൻ മാർക്കറ്റ് തമ്മിലുള്ള മേജറുള്ള ഡിഫറൻസ്. ഒപ്റ്റിമൈസേഷൻ ഇൻവെസ്റ്റ്മെന്റ് കൂടുതലായിരിക്കും, ഡിജിറ്റൽ മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് കൂടുതലായിരിക്കും ഓഫ്ലൈൻ മാർക്കറ്റിനകത്ത്. ഡിജിറ്റൽ മാർക്കറ്റിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് വളരെ കുറവാണ്. ഡിജിറ്റൽ മാർക്കറ്റ് മെഷർ ചെയ്യാൻ പറ്റും വളരെ ക്ലിയർ ആയിട്ട്, പക്ഷേ ഓഫ്ലൈൻ മാർക്കറ്റിൽ ഇത് പോസിബിൾ അല്ല. നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിനെ നമുക്ക് എന്താണ് വളരെ ഗ്രാനുലർ ആയിട്ടുള്ള ലെവലിൽ വരെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും, പക്ഷേ ഓഫ്ലൈൻ മാർക്കറ്റിൽ ഇത് ചെയ്യാൻ പറ്റത്തില്ല. ഇതൊക്കെയാണ് മേജറുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗും ഓഫ്ലൈൻ മാർക്കറ്റും തമ്മിലുള്ള മേജറുള്ള ഡിഫറൻസ്. ഇനി നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി നമുക്ക് എന്തൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും നോക്കാം. അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കോമൺ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ അതിൽ ഫസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ് അവയർനെസ്, രണ്ടാമത്തത് എൻഗേജ്മെന്റ്, മൂന്നാമത്തത് കൺവേർഷൻ. ഇതിന് നമ്മൾ പല പല മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിനെ അവിടുത്തെ പല പല ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് അവയർനെസ്. അപ്പൊ അവയർനെസ് എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ് വഴി നമുക്ക് എന്തൊക്കെ അച്ചീവ് ചെയ്യാം, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി അവയർനെസ്സിൽ നമുക്ക് എന്തൊക്കെ അച്ചീവ് ചെയ്യാം. അതിൽ ഫസ്റ്റ് വരുന്നത് റീച്ച്. ഇപ്പൊ നമുക്ക് നമ്മുടെ ബ്രാൻഡ് അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ സർവീസിനെ കൂടുതൽ ആൾക്കാരിലോട്ട് റീച്ച് ചെയ്യാൻ, കൂടുതൽ ആൾക്കാരോട്ട് എത്തിക്കാൻ വേണ്ടി നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് യൂസ് ചെയ്യാം. പിന്നീട് കൂടുതൽ ആൾക്കാരെ കാണിക്കാൻ, അതാണ് ഇംപ്രഷൻ. ഓക്കെ, നമ്പർ ഓഫ് ടൈംസ് നമ്മൾ എത്ര നമ്പർ ഓഫ് ടൈംസ് നമ്മൾ ആഡ് കാണിക്കണമെന്ന് നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അതാണ് അവയർനെസ്സിനകത്ത് വരുന്ന കോമൺ ആയിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒബ്ജക്റ്റീവ്സ്. പിന്നീട് വരുന്നതാണ് എൻഗേജ്മെന്റ്. ഇപ്പം നമ്മൾ ബ്രാൻഡിന്റെ ഒരു വീഡിയോ, ഓക്കെ, നല്ല ഹൈ ക്വാളിറ്റിയുള്ള ഒരു വീഡിയോ പ്രൊഡ്യൂസ് ചെയ്യുന്ന കരുതുക. അപ്പോൾ ആ വീഡിയോ എനിക്ക് കുറെ ആൾക്കാരെ കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ആ വീഡിയോ കാണിക്കണം. അപ്പൊ അങ്ങനെ ഒരു സമയത്ത് എനിക്ക് എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി എനിക്കത് അതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള വ്യൂസ് കൂട്ടാൻ വേണ്ടി എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് യൂസ് ചെയ്യാം. പിന്നീട് ഇപ്പം എനിക്കൊരു വെബ്സൈറ്റ് ഉണ്ട്, ആ വെബ്സൈറ്റിന്റെ ട്രാഫിക് കൂട്ടണം. ആ ട്രാഫിക് കൂട്ടാൻ വേണ്ടി എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് യൂസ് ചെയ്യാൻ പറ്റും. കൂടാതെ ഇപ്പം എനിക്ക് നമ്മളെ ബ്രാൻഡ്, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ ആമസോൺ, അപ്പം ആ ഒരു ആപ്പിന്റെ ഇൻസ്റ്റാൾ കൂടണം, ആൾക്കാരെ കൊണ്ട് കൂടുതലായിട്ട് ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യിക്കണം. അതും അച്ചീവ് ചെയ്യാനും എനിക്ക് എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊണ്ട് പോസിബിൾ ആണ്. പിന്നീട് ഇപ്പം ആപ്പ് ഓൾറെഡി ഉള്ള ഒരാൾ, അവർ കഴിഞ്ഞ ഒരു 3-4 മാസമായിട്ട് നമ്മൾ പ്രൊഡക്റ്റോ സർവീസോ ഒന്നും പർച്ചേസ് ചെയ്തിട്ടാണ് കരുതുക. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ എന്തെങ്കിലും ഓഫറോ പ്രൊമോഷനോ കൊടുത്തുകൊണ്ട് അവരെ കൊണ്ട് വീണ്ടും അവരെ എൻഗേജ് ചെയ്യിക്കാൻ, ഓക്കെ, അതായത് അവരെ കൊണ്ട് വീണ്ടും നമ്മൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യിക്കാൻ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി നമുക്ക് പോസിബിൾ ആണ്. പിന്നീട് വരുന്ന ഒബ്ജക്റ്റീവ് ആണ് കൺവേർഷൻ. കൺവേർഷൻ മീൻസ് ഈ ഒരു ഒബ്ജക്റ്റീവ് നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിനെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. സോ നമ്മുടെ പല പല മാർക്കറ്റിംഗ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നതായിരിക്കും ഈ ഒരു കൺവേർഷൻ എന്ന് പറയുന്നത്. കൺവേർഷൻ എന്ന് വെച്ചാൽ നമ്മളുടെ, ഓക്കെ, ആസ് എ ബ്രാൻഡ്, ആസ് എ ഡിജിറ്റൽ മാർക്കറ്റർ, നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമർ എന്ത് ആക്ഷൻ എടുക്കണമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ് കൺവേർഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നേരത്തെ കാണിച്ച പോലെ തന്നെ നമ്മൾ വെബ്സൈറ്റിൽ പോയിട്ട് ഒരാൾ ഒരു ഫോം ഫില്ല് ചെയ്യുന്നു. ഫോം ഫില്ല് ചെയ്യുന്നതാണ് നമ്മൾ ആ ഒരു കസ്റ്റമർ ചെയ്യണമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ആക്ഷനാണ്. അപ്പം കൺവേർഷൻ വഴി നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒബ്ജക്റ്റീവ്സ് ആണ് ലീഡ്സ്. ഇപ്പം എനിക്ക് നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് വാങ്ങാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ആൾക്കാർ നമ്മളെ കോണ്ടാക്ട് ചെയ്യണം. അപ്പം അതിനു വേണ്ടി നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ കോണ്ടാക്ട് ചെയ്യുന്ന പല പല രീതിയിലുണ്ട്. ഇപ്പം കുറെ ആൾക്കാരെ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ ഫോം ഉണ്ടെങ്കിൽ ആ ഫോം ഫില്ല് ചെയ്യും, അല്ലെങ്കിൽ കുറെ ആൾക്കാരെ നമ്മളെ കോൺടാക്ട് നമ്മൾ ഫോൺ വിളിക്കും, അല്ലെങ്കിൽ കുറെ ആൾക്കാരെ നമ്മളെ ഇമെയിൽ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ വാട്സാപ്പ് വഴി നമുക്ക് മെസ്സേജ് ചെയ്യും. ഇതൊക്കെ എന്താണ് ലീഡ്സിന്റെ എക്സാമ്പിൾസ് ആണ്. പിന്നെ സെയിൽസ്, ഇപ്പൊ നമ്മളൊരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ വെബ്സൈറ്റിൽ പോയിട്ട് ഡയറക്റ്റ്ലി പോയിട്ട് ആ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യിക്കാനാണ് നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റ് യൂസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് പോസിബിൾ ആണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ആമസോൺ അല്ലെങ്കിൽ നമ്മുടെ ഫ്ലിപ്കാർട്ട് വെബ്സൈറ്റ്, അപ്പൊ അതിനകത്ത് ആ ബ്രാൻഡുകൾ നമ്മളെ കൊണ്ട് ഒരു അവരെ പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കുന്നത് എങ്ങനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി ആണ്. പിന്നീട് വരുന്നതാണ് റീആക്ടിവേറ്റിംഗ് ഓഡിയൻസ്. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ഒരു ബിസിനസ് എന്ന് പറയുന്നത് കുറച്ച് നാളുകളുടെ ബിസിനസ് ആണെന്ന് കരുതുക. അപ്പം ഒരു ലാസ്റ്റ് ഒരു 1 ഇയർ അല്ലെങ്കിൽ ലാസ്റ്റ് ഒരു 2 ഇയർ ആയിട്ട് എൻ്റെ പ്രൊഡക്റ്റ് വാങ്ങിച്ച കുറെ കസ്റ്റമേഴ്സ് ഉണ്ട്. അവർ റീസെന്റ് നമ്മൾ പ്രൊഡക്റ്റ് ഒന്നും വാങ്ങിച്ചിട്ടില്ല, ഒരു 6 മാസം അല്ലെങ്കിൽ 3-4 മാസം നമ്മൾ പ്രൊഡക്റ്റ് ഒന്നും വാങ്ങിച്ചില്ലെന്ന് കരുതുക. അപ്പൊ അവരെ കൊണ്ട് നമ്മളെ പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കാനും നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമുക്ക് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളുടെ സൊമാറ്റോ എന്ന് പറയുന്ന ഒരു ഫുഡ് ഡെലിവറി ആപ്പ്, അപ്പൊ അതിലിപ്പോ ഞാനിപ്പോ കഴിഞ്ഞ 2 മാസമായിട്ട് കഴിഞ്ഞ 2 മാസമായിട്ട് അതുവഴി ഫുഡൊക്കെ ഓർഡർ ചെയ്യുന്ന ഒരാളാണ് കരുതുക. അപ്പൊ സൊമാറ്റോയുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീം അവരുടെ ഒരു ഡേറ്റ നോക്കുന്ന സമയത്ത് അവർക്ക് മനസ്സിലാവും ഈ ഒരു വ്യക്തി എന്ന് പറയുന്ന ഒരാൾ അല്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ കഴിഞ്ഞ ഒരു മാസം അല്ലെങ്കിൽ 2 മാസമായിട്ട് നമ്മളുടെ ആപ്പ് വഴി ഒന്നും പർച്ചേസ് ചെയ്തിട്ടില്ല. അപ്പം എന്ത് ചെയ്യും? അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെ റിയാക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു കുറച്ച് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റും. അതിലൊരു എക്സാമ്പിൾ ആണ് എന്താണ്, ഇപ്പൊ നമുക്കൊരു ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് പർച്ചേസിന് എന്താണ് ഒരു 50% ഡിസ്കൗണ്ട്.
അല്ലെങ്കിൽ എന്താണ് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഒക്കെ. ഇതിന്റെ രണ്ടും എക്സാമ്പിൾസ് ആണ്. നമ്മളിവിടെ മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയം നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റുന്ന കുറച്ച് മെസ്സേജിങ്ങിന്റെ എക്സാമ്പിൾസ് ആണ് ഞാൻ അവിടെ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇതൊക്കെയാണ് നമ്മളെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കോമൺ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ്. നമ്മൾ ബ്രാൻഡിന്റെ അവയർനെസ് കൂട്ടാൻ പറ്റും, നമ്മുടെ ബ്രാൻഡിന്റെ എൻഗേജ്മെന്റ് കൂട്ടാൻ പറ്റും, പിന്നെ നമ്മളുടെ ബ്രാൻഡിന്റെ എന്താണ് കൺവേർഷൻസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് വരുന്നത്. നമ്മൾ ഇന്ന് എന്തൊക്കെ കവർ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്ന് പറഞ്ഞു, ഡിജിറ്റൽ മാർക്കറ്റിംഗും ഓഫ്ലൈൻ മാർക്കറ്റിംഗ് തമ്മിൽ ഡിഫറൻസ് പറഞ്ഞു, എന്താണ് മാർക്കറ്റിംഗ് ഫണൽ എന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗും ഓഫ്ലൈൻ മാർക്കറ്റ് തമ്മിലുള്ള ഡിഫറൻസുകൾ പറഞ്ഞു. പിന്നീട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കോമൺ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്നാണ് നമ്മൾ പറഞ്ഞു. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്ലാസ്. ഞാൻ ഈ ഒരു വീഡിയോയുടെ താഴെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ എന്നൊരു ലിങ്ക് കൊടുക്കാം. ഒരു മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻ ആണ്, 4-5 ക്വസ്റ്റ്യൻ വരുത്തുണ്ട്, ഗൂഗിൾ ഫോം ആയിരിക്കും. അത് അറ്റൻഡ് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് വഴി നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലായി എന്നുള്ളൊരു കാര്യം. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.